നമസ്തേ. ജയ് ശ്രീകൃഷ്ണ. ഭഗവത്ഗീത 3-ാം അധ്യായം കർമ്മയോഗം. മനുഷ്യന് കർമ്മം ചെയ്യാതെ ജീവിക്കാൻ കഴിയില്ല. എന്നാൽ ആ കർമ്മം എങ്ങനെ ചെയ്താൽ അത് ബന്ധനമാകാതെ ആത്മീയ ഉയർച്ചയ്ക്ക് വഴിയൊരുക്കും? അതിനുള്ള ഉത്തരമാണ് കർമ്മയോഗം. ഈ അധ്യായത്തിൽ ശ്രീകൃഷ്ണൻ അർജുനനെ പഠിപ്പിക്കുന്നത് ഫലത്തിൽ ആസക്തിയില്ലാതെ ഈശ്വരാർപ്പണ ബുദ്ധിയോടെ സ്വന്തം കർത്തവ്യം നിർവഹിക്കുന്നതാണ് യഥാർത്ഥ കർമ്മയോഗം എന്നതാണ്. ഓരോ ശ്ലോകത്തിലൂടെയും ജീവിതത്തെ കൂടുതൽ അർത്ഥപൂർണവും ധാർമ്മികവുമാക്കുന്ന ഈ മഹത്തായ സന്ദേശം നമുക്കൊരുമിച്ച് മനസ്സിലാക്കാം. ഹരി ഓം. നമസ്തേ. ജയ് ശ്രീകൃഷ്ണ. ഭഗവത്ഗീത അധ്യായം 3 കർമ്മയോഗം. പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓം ശ്രീ പരമാത്മനേ നമഃ. ശ്രീമദ് ഭഗവത്ഗീത അഥ തൃതീയോധ്യായഃ. അർജുന ഉവാച ജ്യായസി ചേത് കർമ്മണസ്തേ മതാ ബുദ്ധിർജനാർദ്ദന തത് കിം കർമ്മണി ഘോരേ മാൻ നിയോജയസി കേശവ. അർജുനൻ പറഞ്ഞു, ഹേ ജനാർദ്ദന, കർമ്മത്തേക്കാൾ ജ്ഞാനമാണ് ശ്രേഷ്ഠമെന്ന് അങ്ങ് കരുതുന്നുവെങ്കിൽ, ഹേ കേശവ, എന്തുകൊണ്ടാണ് എന്നെ ഈ ഭയങ്കരമായ കർമ്മയുദ്ധത്തിലേക്ക് പ്രേരിപ്പിക്കുന്നത്? ഇവിടെ അർജുനൻ മനുഷ്യൻ്റെ ഒരു സാധാരണ ആശയക്കുഴപ്പത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ആത്മീയത എന്നാൽ എല്ലാ പ്രവർത്തനങ്ങളും ഉപേക്ഷിച്ച് മാറി നിൽക്കലാണോ? അതോ സ്വന്തം കടമകൾ നിർവഹിച്ചുകൊണ്ട് ആത്മീയ പുരോഗതി നേടാമോ എന്ന ചോദ്യമാണ് അർജുനൻ ഇവിടെ ഉന്നയിക്കുന്നത്. ഈ സംശയത്തിന് മറുപടിയായാണ് ശ്രീകൃഷ്ണൻ 3-ാം അധ്യായത്തിൽ കർമ്മയോഗത്തിൻ്റെ മഹത്തായ സന്ദേശം നൽകുന്നത്. ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുകയല്ല വേണ്ടത്, മറിച്ച് ഫലാസക്തിയില്ലാതെ സ്വന്തം കടമകൾ നിർവഹിക്കുകയാണ് യഥാർത്ഥ യോഗം. ജ്ഞാനവും കർമ്മവും തമ്മിൽ ആശയക്കുഴപ്പമുണ്ടായ അർജുനൻ്റെ ചോദ്യം ഇന്നും ഓരോ മനുഷ്യൻ്റെയും ചോദ്യമാണ്. ഭഗവാൻ നൽകുന്ന മറുപടി, കടമയിൽ നിന്നും ഒരിക്കലും ഒളിച്ചോടരുത്, നിഷ്കാമമായി അത് നിർവഹിക്കൂ എന്നാണ്. ഹരേ കൃഷ്ണ. നന്ദി. ശ്ലോകം 2. വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവ മേ തദേകൗ വദ നിശ്ചിത്യ യേന ശ്രേയോഹമാപ്നുയാം. പലതും കൂട്ടിക്കലർത്തിയ വാക്കുകൾ കൊണ്ട് അങ്ങ് എൻ്റെ ബുദ്ധിയെ ഭ്രമിപ്പിക്കുന്നത് പോലെ തോന്നുന്നു. അതുകൊണ്ട് എനിക്ക് ശ്രേയസ് വരുത്തുന്നത് എന്താണെന്ന് അങ്ങു തന്നെ നിശ്ചയിച്ച് എനിക്ക് ഉപദേശിച്ചു തരിക. അങ്ങയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഒരേ സമയം പല കാര്യങ്ങൾ കൂട്ടിക്കലർത്തി പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നു. അത് എൻ്റെ ബുദ്ധിയെ കൂടുതൽ കുഴപ്പത്തിലാക്കുകയാണ്. അതുകൊണ്ട് എന്നെ മോക്ഷത്തിലേക്ക് നയിക്കുന്ന, ഞാൻ വ്യക്തമായി പിന്തുടരേണ്ട ആ ഒരു വഴി മാത്രം ഏതാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞു തരണമെന്ന് അർജുനൻ അപേക്ഷിക്കുന്നു. ഈ ചോദ്യത്തിനുള്ള മറുപടിയായാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ കർമ്മയോഗത്തിൻ്റെ രഹസ്യങ്ങൾ തുടർന്നുള്ള ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നത്. ഈ ശ്ലോകം നമ്മുടെ ജീവിതത്തിലും വളരെ പ്രസക്തമാണ്. പലപ്പോഴും വിവിധ അഭിപ്രായങ്ങളും ഉപദേശങ്ങളും കേട്ട് നമ്മളും ആശയക്കുഴപ്പത്തിലാകാറുണ്ട്. അപ്പോൾ ശരിയായ മാർഗം തിരിച്ചറിയാൻ
വിവേകത്തോടെയും ഗുരുവിൻ്റെ മാർഗനിർദ്ദേശത്തോടെയും മുന്നോട്ടു പോകണം. സംശയം ആത്മീയ യാത്രയിലെ തടസ്സമല്ല, സത്യത്തെ തേടുന്ന മനസ്സിൻ്റെ അടയാളമാണ്. സത്യങ്ങൾ തുറന്നു ചോദിക്കുമ്പോഴാണ് ജ്ഞാനത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുന്നത്. നന്ദി. ഹരി ഓം. ശ്ലോകം 3. ശ്രീഭഗവാനുവാച ലോകേസ്മിൻ ദ്വിവിധാനിഷ്ഠാ പുരാ പ്രോക്താ മയാ നഘ ജ്ഞാനയോഗേന സാംഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഹേ അനഘ, പാപരഹിതനായ അർജുന, ഈ ലോകത്തിൽ സത്യത്തിലേക്കുള്ള 2 മാർഗങ്ങൾ പ്രപഞ്ച ആരംഭം മുതൽ ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. സമർത്ഥനായ സാഖ്യന്മാർ അനുഷ്ഠിക്കുന്ന ജ്ഞാനയോഗവും തത്വബോധത്തോടെ കർമ്മങ്ങളിൽ മുഴുകിയവർ അനുഷ്ഠിക്കുന്ന കർമ്മയോഗവും. മനുഷ്യൻ്റെ ആത്മീയ പുരോഗതിക്കായി ഞാൻ മുമ്പ് 2 തരത്തിലുള്ള നിഷ്ഠകൾ, അതായത് ആത്മസാധനാ മാർഗങ്ങൾ ഉപദേശിച്ചിട്ടുണ്ട്. ജ്ഞാനപ്രധാനരായ സാഖ്യന്മാർക്ക് ജ്ഞാനയോഗവും പ്രവർത്തനശീലരായ യോഗികൾക്ക് കർമ്മയോഗവും. അർജുനൻ്റെ സംശയത്തിന് മറുപടിയായാണ് ശ്രീകൃഷ്ണൻ ഈ ശ്ലോകം പറയുന്നത്. ജ്ഞാനമാണോ ശ്രേഷ്ഠം, കർമ്മമാണോ ശ്രേഷ്ഠം എന്ന ആശയക്കുഴപ്പത്തിലായിരുന്നു അർജുനൻ. ഇവിടെ ഭഗവാൻ വ്യക്തമാക്കുന്നത്, ആത്മസാക്ഷാത്കാരം എന്ന ലക്ഷ്യം എല്ലാവർക്കും ഒരുപോലെയാണെങ്കിലും അതിലേക്കുള്ള മാർഗങ്ങൾ വ്യക്തികളുടെ സ്വഭാവത്തിനും യോഗ്യതകൾക്കും അനുസരിച്ച് വ്യത്യസ്തമാണ്. ആഴത്തിലുള്ള വിവേകവും വൈരാഗ്യവും ഉള്ളവർക്ക് ജ്ഞാനയോഗം അനുയോജ്യമാണ്. ലോകത്തിൽ ജീവിച്ചുകൊണ്ട് കർത്തവ്യങ്ങൾ നിർവഹിക്കുന്ന ഭൂരിഭാഗം ആളുകൾക്ക് കർമ്മയോഗമാണ് ഉചിതം. കർമ്മയോഗമെന്നത് ഫലാസക്തിയില്ലാതെ ഈശ്വരാർപ്പണ ബുദ്ധിയോടെ കർത്തവ്യം ചെയ്യുന്നതാണ്. ഇവിടെ ഭഗവാൻ ഒരു മാർഗത്തെ മറ്റൊന്നിനേക്കാൾ ഉയർത്തി കാണിക്കുന്നില്ല, മറിച്ച് ഓരോരുത്തരുടെയും ആത്മീയ നിലയ്ക്ക് യോജിച്ച മാർഗം സ്വീകരിക്കണമെന്ന് ഉപദേശിക്കുന്നു. എല്ലാവർക്കും ഒരേ മാർഗമല്ല, എന്നാൽ ഏതു മാർഗമായാലും ആത്മാർത്ഥതയോടെയും നിഷ്കാമഭാവത്തോടെയും അനുഷ്ഠിച്ചാൽ പരമലക്ഷ്യത്തിലെത്താം. നന്ദി. ഹരേ കൃഷ്ണ. ശ്ലോകം 4. ന കർമ്മണാമനാരംഭാൻ നൈഷ്കർമ്മ്യം പുരുഷോശ്നുതേ ന ച സന്ന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി. കർമ്മങ്ങൾ ആരംഭിക്കാതിരുന്നത് കൊണ്ട് മാത്രം ഒരു മനുഷ്യൻ നൈഷ്കർമ്മ്യാവസ്ഥ അഥവാ കർമ്മബന്ധനങ്ങളിൽ നിന്ന് മുക്തമായ അവസ്ഥ പ്രാപിക്കുന്നില്ല. അതുപോലെ കർമ്മങ്ങൾ ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിച്ചതുകൊണ്ട് മാത്രം സിദ്ധി അഥവാ ആത്മീയ പൂർണ്ണത കൈവരിക്കാനും കഴിയുകയില്ല. അർജുനൻ കരുതിയത് യുദ്ധം പോലുള്ള കർമ്മങ്ങൾ ഉപേക്ഷിച്ചാൽ ആത്മീയ പുരോഗതി ലഭിക്കുമെന്നാണ്. എന്നാൽ ഭഗവാൻ ഇവിടെ വ്യക്തമാക്കുന്നത് കർമ്മം ചെയ്യാതിരിക്കുന്നത് ആത്മീയതയല്ല എന്നതാണ്. മനുഷ്യൻ ശരീരത്തോടുകൂടി ജീവിക്കുന്നിടത്തോളം എന്തെങ്കിലും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടി വരും. പുറമേ കർമ്മങ്ങൾ ഉപേക്ഷിച്ചാലും മനസ്സ് ആഗ്രഹങ്ങളിലും ചിന്തകളിലും മുഴുകിയിരിക്കും. അങ്ങനെ ആകയാൽ യഥാർത്ഥ മോചനം ലഭിക്കുകയില്ല. യഥാർത്ഥ സന്യാസം കർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നതിലല്ല, മറിച്ച് കർമ്മഫലത്തോടുള്ള ആസക്തി ഉപേക്ഷിക്കുന്നതിലാണ്. കടമകൾ ആത്മാർത്ഥമായി നിർവഹിച്ചുകൊണ്ട് മനസ്സിനെ ശുദ്ധീകരിക്കുമ്പോഴാണ്
ആത്മജ്ഞാനത്തിനും മോക്ഷത്തിനും യോഗ്യത ലഭിക്കുന്നത്. കർമ്മം ചെയ്യാതിരുന്നത് കൊണ്ട് മോക്ഷം ലഭിക്കില്ല. കർമ്മം ഉപേക്ഷിച്ചത് കൊണ്ട് മാത്രം സിദ്ധിയും ലഭിക്കില്ല. ആസക്തിയില്ലാതെ സ്വന്തം കടമകൾ നിർവഹിക്കുന്നതാണ് ആത്മീയ പുരോഗതിയിലേക്കുള്ള ശരിയായ മാർഗം. ഹരി ഓം. നന്ദി. ശ്ലോകം 5. നഹി കശ്ചിത് ക്ഷണമപി ജാതുതിഷ്ഠത്യ കർമ്മകൃത് കാര്യതേ ഹ്യവശഃ കർമ്മ സർവഃ പ്രകൃതിജൈർഗുണൈഃ. ആർക്കും ക്ഷണനേരം പോലും കർമ്മം ചെയ്യാതെ വർത്തിക്കാനാവില്ല. എല്ലാവരും പ്രകൃതിയിൽ നിന്നും ജനിച്ച സത്വരജസ്തമോ ഗുണങ്ങളാൽ പ്രേരിതരായി കർമ്മം ചെയ്യാൻ നിർബന്ധിതരായിത്തീരുന്നു. ശ്രീകൃഷ്ണൻ അർജുനനോട് വ്യക്തമാക്കുന്നത് കർമ്മം എന്നത് മനുഷ്യജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒന്നാണെന്നാണ്. ബാഹ്യമായി നമ്മൾ പൂർണ്ണ നിശബ്ദത പാലിച്ചാൽ പോലും നമ്മുടെ മനസ്സ് ചിന്തിക്കുകയും ശരീരം ശ്വസിക്കുകയും ഹൃദയം സ്പന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കർമ്മങ്ങളാണ്. പ്രകൃതിയുടെ 3 ഗുണങ്ങളാണ് നമ്മെ കർമ്മങ്ങളിലേക്ക് നയിക്കുന്നത്. സത്വഗുണം ജ്ഞാനത്തിലേക്കും നന്മയിലേക്കും നയിക്കുന്നു. രജോ ഗുണം ആഗ്രഹങ്ങളിലേക്കും പ്രയത്നങ്ങളിലേക്കും നയിക്കുന്നു. തമോ ഗുണം അലസതയിലേക്കും ഉറക്കത്തിലേക്കും നയിക്കുന്നു. കർമ്മം ചെയ്യാതിരിക്കുക എന്നത് ആർക്കും സാധ്യമല്ല. അതിനാൽ കർമ്മങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയല്ല, മറിച്ച് ഫലേച്ഛ കൂടാതെ ഈശ്വര സമർപ്പണമായി കർമ്മങ്ങൾ ചെയ്യുകയാണ് വേണ്ടതെന്ന് ഭഗവാൻ ഉപദേശിക്കുന്നു. നന്ദി. ഹരേ കൃഷ്ണ. യോഗം. ശ്ലോകം 6. കർമ്മേന്ദ്രിയാണി സംയമ്യ യ ആസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാരസ്സ ഉച്യതേ. കർമ്മരഹസ്യം മനസ്സിലാക്കാതെ കർമ്മേന്ദ്രിയങ്ങളെ മാത്രം തടഞ്ഞു നിർത്തി മനസ്സുകൊണ്ട് ഇന്ദ്രിയ വിഷയങ്ങളെ സദാ സ്മരിച്ചു കൊണ്ടിരിക്കുന്നവനെ മിഥ്യാചാരൻ എന്ന് പറയുന്നു. കർമ്മേന്ദ്രിയങ്ങളെ ബാഹ്യമായി നിയന്ത്രിച്ച് പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവനായി കാണപ്പെടുകയും എന്നാൽ മനസ്സുകൊണ്ട് ഇന്ദ്രിയ വിഷയങ്ങളെ നിരന്തരം ചിന്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ അജ്ഞാനിയും കപടാചാരിയുമാണ് എന്ന് പറയപ്പെടുന്നു. ഈ ശ്ലോകത്തിൽ ശ്രീകൃഷ്ണൻ കപട വൈരാഗ്യത്തെക്കുറിച്ചാണ് മുന്നറിയിപ്പ് നൽകുന്നത്. ചിലർ പുറമെ നോക്കുമ്പോൾ വലിയ ത്യാഗികളോ യോഗികളോ ആണെന്ന് തോന്നാം. അവർ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതെ നിശബ്ദരായിരിക്കാം. എന്നാൽ അവരുടെ മനസ്സ് എപ്പോഴും ഭോഗങ്ങളിലും ആഗ്രഹങ്ങളിലും അലഞ്ഞു തിരിയുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥ ആത്മീയതയല്ല. ആത്മീയ ജീവിതത്തിൽ ബാഹ്യനിയന്ത്രണം മാത്രം പോരാ, മനസ്സും ശുദ്ധമായിരിക്കണം. ശരീരം പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടു നിന്നാലും മനസ്സ് വിഷയാസക്തിയിൽ മുഴുകിയിരിക്കുകയാണെങ്കിൽ അത് കപടതയാണ്. ശ്രീകൃഷ്ണൻ ഇവിടെ പഠിപ്പിക്കുന്നത് യഥാർത്ഥ യോഗം എന്നത് പുറം പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കുന്നതല്ല, മറിച്ച് മനസ്സിനെ നിയന്ത്രിച്ച് നിഷ്കാമഭാവത്തോടെ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതാണ്. പുറമേ ത്യാഗിയായി അഭിനയിക്കുന്നത് കൊണ്ട് ആത്മീയത നേടാനാവില്ല. മനസ്സിലെ ആസക്തികളെയും നിയന്ത്രിക്കുമ്പോഴാണ് യഥാർത്ഥ യോഗം ആരംഭിക്കുന്നത്. ഹരേ കൃഷ്ണ. നന്ദി. ശ്ലോകം 7. യസ്തിന്ദ്രിയാണി മനസാ
നിയമ്യാരഭതേർജുന കർമ്മേന്ദ്രിയൈഃ കർമ്മയോഗം അസക്തഃ സ വിശിഷ്യതേ. അർജുന, ആരാണോ ജ്ഞാനേന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് അടക്കിയിട്ട് കർമ്മേന്ദ്രിയങ്ങളെക്കൊണ്ട് കർമ്മയോഗത്തെ കർമ്മഫലത്തിൽ ആഗ്രഹമില്ലാതെ ആചരിക്കുന്നത് അവൻ വിശിഷ്ടനാണ്. മനസ്സിൻ്റെ നിയന്ത്രണത്തിലൂടെ ഇന്ദ്രിയങ്ങളെ വശപ്പെടുത്തി കർമ്മേന്ദ്രിയങ്ങളാൽ തൻ്റെ കർത്തവ്യ കർമ്മങ്ങൾ നിർവഹിക്കുകയും അതിൻ്റെ ഫലത്തിൽ ആസക്തിയില്ലാതെ പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ് ശ്രേഷ്ഠൻ. മുൻ ശ്ലോകത്തിൽ ശ്രീകൃഷ്ണൻ കപടാചാരിയെക്കുറിച്ചാണ് പറഞ്ഞത്. പുറമേ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത് പോലെ കാണിച്ചാലും മനസ്സിൽ വിഷയാസക്തി നിറഞ്ഞു നിൽക്കുന്നവൻ യഥാർത്ഥ യോഗിയല്ല. എന്നാൽ ഈ ശ്ലോകത്തിൽ യഥാർത്ഥ കർമ്മയോഗിയുടെ ലക്ഷണമാണ് വിവരിക്കുന്നത്. ആദ്യം മനസ്സിനെ നിയന്ത്രിച്ച് ഇന്ദ്രിയങ്ങളെ ശരിയായ വഴിയിൽ നയിക്കണം. തുടർന്ന് സ്വന്തം കർത്തവ്യങ്ങൾ ആത്മാർത്ഥമായി നിർവഹിക്കണം. പ്രവർത്തന ഫലങ്ങളോടുള്ള അമിതമായ ആഗ്രഹമോ മമതയോ ഉണ്ടാകരുത്. ഞാനാണ് ചെയ്യുന്നത്, എനിക്കിതിൻ്റെ ഫലം കിട്ടണം എന്ന ചിന്തകളില്ലാതെ പ്രവർത്തിക്കണം. ഇത്തരം നിഷ്കാമ കർമ്മമാണ് കർമ്മയോഗം. അത് മനുഷ്യനെ ആത്മീയ പുരോഗതിയിലേക്കും മനഃശാന്തിയിലേക്കും നയിക്കുന്നു. ഫലാസക്തിയില്ലാതെ കർത്തവ്യം ചെയ്യുക, മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് ജീവിക്കുക. അങ്ങനെയുള്ളവനാണ് യഥാർത്ഥ കർമ്മയോഗിയും ശ്രേഷ്ഠനും. ഹരേ കൃഷ്ണ. നന്ദി. ശ്ലോകം 8. നിയതം കുരു കർമ്മ ത്വം കർമ്മജ്യായോ ഹ്യകർമ്മണഃ ശരീരയാത്രാപി ച തേ ന പ്രസിദ്ധ്യേത കർമ്മണഃ. ഹേ അർജുന, നിനക്ക് നിർവഹിക്കുവാൻ വിധിക്കപ്പെട്ടിരിക്കുന്ന കർത്തവ്യ കർമ്മങ്ങൾ നീ ചെയ്യുക. കാരണം കർമ്മം ചെയ്യുന്നതാണ് കർമ്മം ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠം. കർമ്മം ചെയ്യാതെ ഇരുന്നാൽ നിന്റെ ശരീരം സംരക്ഷിക്കുവാനും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിക്കുകയില്ല. ഈ ശ്ലോകത്തിൽ ശ്രീകൃഷ്ണൻ കർമ്മത്തിൻ്റെ അനിവാര്യതയാണ് പഠിപ്പിക്കുന്നത്. മനുഷ്യന് ജീവിതത്തിൽ ചില കടമകളും ഉത്തരവാദിത്വങ്ങളുമുണ്ട്. അവ ഉപേക്ഷിച്ച് വെറുതെ ഇരിക്കുന്നത് ആത്മീയ പുരോഗതിയിലേക്കുള്ള മാർഗമല്ല. ഞാൻ ആത്മജ്ഞാനിയാകാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് കർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നത് ശരിയായ വഴിയല്ല. ശരീരധാരണത്തിനും കുടുംബ പരിപാലനത്തിനും സമൂഹത്തിൻ്റെ നന്മയ്ക്കും ആവശ്യമായ കർത്തവ്യങ്ങൾ നിർവഹിക്കേണ്ടതാണ്. കർമ്മം ചെയ്യാതിരിക്കുന്നത് മടുപ്പിനും അലസതയ്ക്കും വഴിവെക്കും. എന്നാൽ നിസ്വാർത്ഥ ഭാവത്തോടെ ഫലാസക്തിയില്ലാതെ കർത്തവ്യം ചെയ്യുന്നത് മനസ്സിനെ ശുദ്ധീകരിക്കുകയും ആത്മീയ വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യുന്നു. കർത്തവ്യം ഉപേക്ഷിക്കരുത്. പ്രവർത്തനമാണ് ജീവിതത്തിൻ്റെ അടിസ്ഥാനം. നിസ്വാർത്ഥമായ കർമ്മം ആത്മോന്നതിയിലേക്ക് നയിക്കുന്നു. ശരീരധാരണത്തിനും സമൂഹ നന്മയ്ക്കും കർമ്മം അനിവാര്യമാണ്. ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുകയല്ല ആത്മീയത. കർത്തവ്യങ്ങൾ ഭഗവാനിൽ സമർപ്പിച്ച് നിഷ്കാമഭാവത്തോടെ നിർവഹിക്കുന്നതാണ് യഥാർത്ഥ കർമ്മയോഗം. ഹരേ കൃഷ്ണ. നന്ദി. ശ്ലോകം 9. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മ കൗന്തേയ മുക്തസംഗഃ സമാചരേത്.
കർമാചര. ഈശ്വരപ്രീതിക്ക് വേണ്ടി ചെയ്യപ്പെടുന്ന കർമ്മത്തിൽ നിന്ന് വേറെയായ ഈ ലോകം കർമ്മമാകുന്ന ബന്ധനത്തോടു കൂടിയതാണ്. കുന്തിപുത്രനായ അർജുന, ഈശ്വരാരാധനയ്ക്ക് വേണ്ടി നിസ്സംഗനായി ഫലകാംക്ഷയില്ലാതെ നീ കർമ്മത്തെ ആചരിക്കൂ. യജ്ഞഭാവത്തോടെ, അതായത് ഈശ്വരാർപ്പണ ബുദ്ധിയോടെ ചെയ്യപ്പെടാത്ത എല്ലാ കർമ്മങ്ങളും മനുഷ്യനെ കർമ്മബന്ധനത്തിലാക്കുന്നു. അതിനാൽ നീ ആ യജ്ഞാർത്ഥത്തിന് വേണ്ടി ഫലാസക്തിയില്ലാതെ നിന്റെ കർത്തവ്യകർമ്മങ്ങൾ ചെയ്യുക. ഈ ശ്ലോകത്തിൽ ശ്രീകൃഷ്ണൻ കർമ്മയോഗത്തിൻ്റെ ഹൃദയ സന്ദേശമാണ് നൽകുന്നത്. മനുഷ്യൻ കർമ്മം ചെയ്യാതെ ജീവിക്കാൻ കഴിയില്ല. എന്നാൽ കർമ്മം ചെയ്യുന്ന രീതിയാണ് അവനെ ബന്ധിപ്പിക്കുന്നതോ മോചിപ്പിക്കുന്നതോ. യജ്ഞം എന്ന വാക്കിന് ഇവിടെ അഗ്നിയിൽ ഹോമം ചെയ്യുക എന്ന അർത്ഥം മാത്രമല്ല. ഈശ്വരപ്രീതിക്കായി, സമൂഹ നന്മയ്ക്കായി സ്വാർത്ഥതയില്ലാതെ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും യജ്ഞമാണ്. സ്വന്തം ലാഭത്തിനും പ്രശസ്തിക്കും വേണ്ടി മാത്രം ചെയ്യുന്ന പ്രവൃത്തികൾ കർമ്മബന്ധനത്തിന് കാരണമാകുന്നു. എന്നാൽ കർത്തവ്യബോധത്തോടെയും ഈശ്വരാർപ്പണ ബുദ്ധിയോടെയും ചെയ്യുന്ന പ്രവൃത്തികൾ മനസ്സിനെ ശുദ്ധീകരിക്കുകയും ആത്മീയ പുരോഗതിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അതിനാൽ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നു, ഫലത്തെക്കുറിച്ചുള്ള ആസക്തി ഉപേക്ഷിച്ച് ദൈവസമർപ്പണ ബുദ്ധിയോടെ നിന്റെ കർത്തവ്യം നിർവഹിക്കൂ. സ്വാർത്ഥതയ്ക്ക് വേണ്ടിയുള്ള കർമ്മം ബന്ധനമാണ്. ഈശ്വരാർപ്പണ ബുദ്ധിയോടെ ചെയ്യുന്ന കർമ്മം മോചനത്തിലേക്കുള്ള മാർഗമാണ്. ഹരേ കൃഷ്ണ. നന്ദി. ശ്ലോകം 10. സഹ യജ്ഞാഃ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതിഃ അനേന പ്രസവിഷ്യധ്വം യേശവോസ്തിഷ്ഠകാമധുക്. സൃഷ്ടിയുടെ ആരംഭത്തിൽ പ്രജാപതിയായ ബ്രഹ്മാവ് യജ്ഞത്തോടുകൂടി മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം ഇപ്രകാരം പറഞ്ഞു: ഈ യജ്ഞധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കിൻ. നിങ്ങളുടെ ഉത്തമമായ ആഗ്രഹങ്ങൾ നിറവേറ്റുന്ന കാമധേനുവായി ഇത് നിങ്ങൾക്ക് ഭവിക്കട്ടെ. ഈ ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ യജ്ഞത്തിൻ്റെ മഹത്വം വിശദീകരിക്കുന്നു. ഇവിടെ യജ്ഞം എന്നത് വെറും അഗ്നിയിൽ ഹോമം ചെയ്യുന്നത് മാത്രമല്ല, സ്വാർത്ഥതയില്ലാത്ത സമൂഹത്തിനും ലോകക്ഷേമത്തിനും ഈശ്വരാർപ്പണ ബുദ്ധിയോടെ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും യജ്ഞമാണ്. സൃഷ്ടിയുടെ തുടക്കത്തിൽ തന്നെ മനുഷ്യജീവിതം യജ്ഞവുമായി ബന്ധപ്പെടുത്തി ബ്രഹ്മാവ് ക്രമീകരിച്ചു. മനുഷ്യൻ തൻ്റെ കടമകൾ നിഷ്ഠയോടെ നിർവഹിക്കുമ്പോൾ പ്രകൃതിയും സമൂഹവും സമന്വയത്തോടെ പ്രവർത്തിക്കുന്നു. അതിലൂടെ വ്യക്തിക്കും സമൂഹത്തിനും ഐശ്വര്യവും സമാധാനവും ലഭിക്കുന്നു. ഇഷ്ടകാമധുക് എന്ന പദത്തിന് കാമധേനു പോലെ അഭിലഷിത ഫലങ്ങൾ നൽകുന്നത് എന്നർത്ഥമുണ്ട്. അതായത് യജ്ഞഭാവത്തോടെ ചെയ്യുന്ന കർമ്മം ജീവിത വിജയത്തിനും ആത്മീയ പുരോഗതിക്കും കാരണമാകുന്നു. സ്വാർത്ഥതയില്ലാത്ത സേവനവും കടമ നിർവഹണവും തന്നെയാണ് യഥാർത്ഥ യജ്ഞം. അത്തരം കർമ്മം മനുഷ്യനെ ഉയർത്തുകയും ജീവിതത്തെ സമൃദ്ധമാക്കുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ. നന്ദി. ശ്ലോകം 11. ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തു വഃ പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരമവാപ്സ്യഥ. ദേവന്മാരെ
യജ്ഞരൂപത്തിലുള്ള കർമാനുഷ്ഠാനം കൊണ്ട് സന്തോഷിപ്പിക്കുവിൻ. സന്തുഷ്ടരായ ദേവന്മാർ നിങ്ങളെയും പോഷിപ്പിക്കട്ടെ. ഇങ്ങനെ പരസ്പരം സന്തോഷിപ്പിച്ച് പരമമായ ശ്രേയസ് കൈവരിക്കുക. ഈ ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ മനുഷ്യനും പ്രകൃതിശക്തികളും തമ്മിലുള്ള പരസ്പര ആശ്രയത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ദേവതകൾ എന്ന് പറയുന്നത് മഴ, വായു, സൂര്യൻ, അഗ്നി തുടങ്ങിയ പ്രകൃതി ശക്തികളെയും അവയെ നിയന്ത്രിക്കുന്ന ദൈവിക ശക്തികളെയുമാണ്. മനുഷ്യർ യജ്ഞഭാവത്തോടെ അഥവാ നിസ്വാർത്ഥമായി ധർമാനുസൃതമായ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പ്രകൃതി സന്തുലിതമാകുന്നു. അതിൻ്റെ ഫലമായി മഴ ലഭിക്കുന്നു, കൃഷി സമൃദ്ധമാകുന്നു, ജീവിതം സുഗമമാകുന്നു. അങ്ങനെ ദേവതകൾ മനുഷ്യരെ പോഷിപ്പിക്കുന്നു. അതുപോലെ മനുഷ്യരും പ്രകൃതിയെയും സമൂഹത്തെയും സംരക്ഷിക്കുകയും ആദരിക്കുകയും ചെയ്യണം. ഈ പരസ്പര സഹകരണവും സേവനവും നിലനിൽക്കുമ്പോൾ വ്യക്തിക്കും സമൂഹത്തിനും സമൃദ്ധിയും ആത്മീയ ഉന്നതിയും ലഭിക്കുന്നു. നിസ്വാർത്ഥ കർമ്മങ്ങൾ ചെയ്യുക, പ്രകൃതിയെയും സമൂഹത്തെയും സംരക്ഷിക്കുക. പരസ്പര സഹകരണവും സേവനവും ജീവിതത്തിൻ്റെ അടിസ്ഥാനമാക്കുക. അങ്ങനെ ജീവിക്കുന്നവർക്ക് ഭൗതിക സമൃദ്ധിയും ആത്മീയ ശ്രേയസ്സും ലഭിക്കും. പരസ്പരം സഹായിക്കുകയും ധർമ്മപൂർവം പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ പരമമായ ക്ഷേമവും വിജയവും പ്രാപിക്കുന്നു. ഹരേ കൃഷ്ണ. നന്ദി. ശ്ലോകം 12. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാ ദാസ്യന്തെ യജ്ഞഭാവിതാഃ തൈർദത്താനപ്രദായൈഭ്യോ യോ ഭുങ്ക്തേസ്തേന ഏവ സഃ. യജ്ഞത്താൽ, അതായത് നിസ്വാർത്ഥമായ കർത്തവ്യ നിർവഹണത്താൽ സന്തുഷ്ടരായ ദേവതകൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഭോഗസുഖങ്ങൾ നിങ്ങൾക്ക് നൽകും. എന്നാൽ ദേവതകൾ നൽകിയ ആ അനുഗ്രഹങ്ങളെ അവർക്കും സമൂഹത്തിനും തിരികെ സമർപ്പിക്കാതെ സ്വാർത്ഥമായി അനുഭവിക്കുന്നവർ കള്ളൻ തന്നെയാണ്. ഈ ശ്ലോകത്തിൽ ശ്രീകൃഷ്ണൻ പരസ്പര സഹകരണത്തിൻ്റെ മഹത്വം പഠിപ്പിക്കുന്നു. മനുഷ്യൻ ഒറ്റയ്ക്കല്ല ജീവിക്കുന്നത്. പ്രകൃതിയും സമൂഹവും ദൈവാനുഗ്രഹവും ചേർന്നാണ് അവൻ്റെ ജീവിതം നിലനിൽക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന ആഹാരം, വായു, വെള്ളം, സമ്പത്ത്, അറിവ് എന്നിവയെല്ലാം ദൈവത്തിൻ്റെയും പ്രകൃതിയുടെയും സമൂഹത്തിൻ്റെയും അനുഗ്രഹങ്ങളാണ്. അതിനാൽ അവയെ സ്വാർത്ഥമായി മാത്രം ഉപയോഗിക്കാതെ മറ്റുള്ളവരുടെ നന്മയ്ക്കായി പങ്കുവയ്ക്കുകയും സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും വേണം. യജ്ഞത്തിൻ്റെ യഥാർത്ഥ അർത്ഥം അഗ്നിയിൽ ഹോമം ചെയ്യുക മാത്രമല്ല, സ്വാർത്ഥതയില്ലാതെ സമൂഹത്തിനും ലോകത്തിനും ഉപകാരപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നതാണ്. അതുകൊണ്ട് നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദിയോടെ ജീവിക്കുകയും അവയിൽ ഒരു ഭാഗം സമൂഹത്തിൻ്റെ നന്മയ്ക്കായി സമർപ്പിക്കുകയും ചെയ്യണമെന്ന് ഈ ശ്ലോകം ഉപദേശിക്കുന്നു. നമുക്ക് ലഭിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അത് സ്വാർത്ഥമായി മാത്രം അനുഭവിക്കാതെ മറ്റുള്ളവരുമായി പങ്കുവച്ച് കൃതജ്ഞതയോടെ ജീവിക്കാം. ഹരേ കൃഷ്ണ. നന്ദി. ശ്ലോകം 13. യജ്ഞശിഷ്ടാശിനഃ സന്തോ മുച്യന്തെ സർവകിൽബിഷൈഃ ഭുഞ്ജതേ തേ തോഹം പാപാ യേ പചന്ത്യാത്മകാരണാത്. യജ്ഞരൂപമായി കർമ്മമനുഷ്ഠിച്ച് യാഗശിഷ്ടം മാത്രം അനുഭവിക്കുന്ന സത്തുക്കൾ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിതരാകുന്നു.
അവരവർക്ക് വേണ്ടി മാത്രം കർമ്മം ചെയ്യുന്ന പാപികൾ കർമ്മഫല രൂപത്തിൽ പാപമാണ് അനുഭവിക്കുന്നത്. യജ്ഞത്തിൻ്റെ ശേഷിപ്പായ അന്നം ഭക്ഷിക്കുന്ന സജ്ജന്മാർ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിതരാകുന്നു. എന്നാൽ സ്വന്തം ആവശ്യങ്ങൾക്കും ഇന്ദ്രിയസുഖങ്ങൾക്കും വേണ്ടി മാത്രം പാചകം ചെയ്ത് ഭക്ഷിക്കുന്നവർ പാപം തന്നെയാണ് ഭക്ഷിക്കുന്നത്. ഈ ശ്ലോകത്തിലൂടെ ശ്രീകൃഷ്ണൻ ഭക്ഷണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും പവിത്രതയെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. യജ്ഞമെന്നത് വെറും അഗ്നിഹോമമല്ല, ദൈവാർപ്പണ ബുദ്ധിയോടെ ചെയ്യുന്ന എല്ലാ നിസ്വാർത്ഥ പ്രവർത്തനങ്ങളും യജ്ഞമാണ്. നാം ലഭിക്കുന്ന ആഹാരവും സമ്പത്തും കഴിവുകളും ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന ബോധ്യത്തോടെ അവ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ജീവിതം വിശുദ്ധമാകുന്നു. അത്തരം മനോഭാവത്തോടെ സ്വീകരിക്കുന്ന ആഹാരം യജ്ഞശിഷ്ടം ആകുന്നു. അത് മനസ്സിനെ ശുദ്ധീകരിക്കുകയും പാപഫലങ്ങളിൽ നിന്ന് മോചനം നൽകുകയും ചെയ്യുന്നു. എന്നാൽ മറ്റുള്ളവരെക്കുറിച്ചോ സമൂഹത്തെക്കുറിച്ചോ ദൈവത്തെക്കുറിച്ചോ ചിന്തിക്കാതെ സ്വാർത്ഥതയ്ക്കും ഭോഗങ്ങൾക്കുമായി മാത്രം ജീവിക്കുന്നവർ ധർമ്മത്തിൽ നിന്നും അകന്നു പോകുന്നു. അത്തരം ജീവിതം ആത്മീയ പുരോഗതിക്ക് തടസ്സമാകുന്നു. നമ്മുടെ ഓരോ പ്രവൃത്തിയും ദൈവാർപ്പണ ബുദ്ധിയോടെയും സേവന മനോഭാവത്തോടെയും ചെയ്യുക. ലഭിക്കുന്നതെല്ലാം നന്ദിയോടെ സ്വീകരിക്കുകയും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയും ചെയ്യുമ്പോൾ ജീവിതം ധന്യമാകുന്നു. ഹരേ കൃഷ്ണ. നന്ദി. ശ്ലോകം 14. അന്നാത് ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവഃ യജ്ഞാത് ഭവതി പർജന്യോ യജ്ഞഃ കർമ്മ സമുദ്ഭവഃ. സകല ജീവജാലങ്ങളും അന്നത്തിൽ നിന്നാണ് നിലനിൽക്കുന്നത്. അന്നം മഴയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. മഴ യജ്ഞത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. യജ്ഞം കർമ്മത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഈ ശ്ലോകത്തിൽ ശ്രീകൃഷ്ണൻ പ്രകൃതിയുടെയും മനുഷ്യജീവിതത്തിൻ്റെയും പരസ്പര ബന്ധത്തെ വിശദീകരിക്കുന്നു. അന്നം എല്ലാ ജീവജാലങ്ങളുടെയും ജീവൻ്റെ അടിസ്ഥാനമാണ്. അന്നോൽപാദനത്തിന് മഴ ആവശ്യമാണ്. മഴ ലഭിക്കാൻ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിൽക്കണം. മനുഷ്യൻ തൻ്റെ ധർമാനുസൃതമായ കർമ്മങ്ങൾ നിസ്വാർത്ഥമായി നിർവഹിക്കുമ്പോൾ അതാണ് യജ്ഞം. യജ്ഞഭാവത്തോടെ ചെയ്യുന്ന കർമ്മങ്ങൾ ലോകത്തിൻ്റെ ക്രമവും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയും സംരക്ഷിക്കുന്നു. സമൂഹത്തിനും പ്രകൃതിക്കും ദൈവത്തിനും ഉപകാരപ്രദമായ നിസ്വാർത്ഥ പ്രവർത്തനങ്ങളെയെല്ലാം യജ്ഞം എന്ന് പറയുന്നു. മനുഷ്യൻ തൻ്റെ കടമകൾ സ്വാർത്ഥതയില്ലാതെ നിർവഹിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ പ്രകൃതിയും സമൂഹവും സമൃദ്ധമാകും. പ്രകൃതിയെയും സമൂഹത്തെയും സംരക്ഷിക്കുന്ന ജീവിതമാണ് യഥാർത്ഥ യജ്ഞജീവിതം. അത്തരം ജീവിതം എല്ലാവരുടെയും ക്ഷേമത്തിനും സമൃദ്ധിക്കും കാരണമാകുന്നു. നിസ്വാർത്ഥ കർമ്മം യജ്ഞമാണ്. യജ്ഞം ലോകത്തിൻ്റെ നിലനിൽപ്പിനും സമൃദ്ധിക്കും കാരണമാകുന്നു. ഹരേ കൃഷ്ണ. നന്ദി. ശ്ലോകം 15. കർമ്മ ബ്രഹ്മോദ്ഭവൗ വിദ്ധി ബ്രഹ്മാക്ഷരസമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യൈ യജ്ഞേ പ്രതിഷ്ഠിതം. കർമ്മം സ്രഷ്ടാവായ ബ്രഹ്മാവിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ബ്രഹ്മാവ് നാശരഹിതമായ ബ്രഹ്മത്തിൽ നിന്ന് ഉത്ഭവിച്ചതായി അറിയുക. ആയതിനാൽ സർവവ്യാപിയും നിത്യവുമായ ബ്രഹ്മം യജ്ഞരൂപമായ കർമ്മത്തിൽ അധിഷ്ഠിതമായിരിക്കുന്നു. കർമ്മങ്ങൾ
വേദങ്ങളിൽ നിന്നാണ് ഉണ്ടായതെന്ന് നീ മനസ്സിലാക്കുക. വേദങ്ങളാകട്ടെ നാശമില്ലാത്ത പരമാത്മാവിൽ നിന്നും ഉണ്ടായതാണ്. അതിനാൽ സർവവ്യാപിയായ ആ പരബ്രഹ്മം എപ്പോഴും യജ്ഞങ്ങളിൽ, നിഷ്കാമ കർമ്മങ്ങളിൽ നിലകൊള്ളുന്നു. നമ്മൾ ചെയ്യേണ്ട കടമകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരുന്നത് വേദങ്ങളാണ്. ഇവിടെ ബ്രഹ്മ എന്ന വാക്കിന് വേദമെന്നും അർത്ഥമുണ്ട്. ഈ വേദങ്ങൾ ഉണ്ടായത് പ്രപഞ്ചനാഥനായ പരമാത്മാവിൽ നിന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന ഓരോ നല്ല കർമ്മത്തിന് പിന്നിലും ആ ദൈവിക ചൈതന്യമുള്ളത്. സ്വാർത്ഥതയില്ലാതെ ലോകനന്മയ്ക്കായി ചെയ്യുന്ന കർമ്മങ്ങളാണ് യജ്ഞം എന്ന് വിളിക്കുന്നത്. നമ്മൾ അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരൻ ആ കർമ്മത്തിൽ സന്നിഹിതനാകുന്നു. അതായത് ഈശ്വരനെ കണ്ടെത്താനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി നിഷ്കാമമായി കർമ്മം ചെയ്യുക എന്നതാണ്. പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് പരസ്പരം സഹായിക്കുന്നതിലൂടെയും കടമകൾ ഭംഗിയായി നിർവഹിക്കുന്നതിലൂടെയുമാണ്. നിന്റെ കർമ്മങ്ങൾ ഈശ്വരനിൽ നിന്ന് തുടങ്ങിയതാണ്. അത് ഈശ്വരനിലേക്ക് തന്നെ തിരിച്ചെത്തണം. അതിനാൽ ഫലേച്ഛ കൂടാതെ കടമകൾ ചെയ്യുക. ഹരേ കൃഷ്ണ. നന്ദി. ശ്ലോകം 16. ഏവം പ്രവർത്തിതം ചക്രൻ നാനുവർത്തയതി ഹയഃ അഘായുരിന്ദ്രിയാരാമോ മോഘം പാർത്ഥ സ ജീവതി. ഹേ പാർത്ഥ, ഇപ്രകാരം പ്രവർത്തിക്കുന്ന യജ്ഞചക്രത്തെ ആദരവോടെ പിന്തുടരാതെ പാപായുസ്സും ഇന്ദ്രിയസുഖങ്ങളിൽ മുഴുകിയവനുമായ വ്യക്തിയുടെ ജീവിതം നിഷ്പ്രയോജനമാകുന്നു. ഈ ശ്ലോകത്തിൽ ശ്രീകൃഷ്ണൻ സൃഷ്ടിചക്രം എന്ന മഹത്തായ ആശയം വിശദീകരിക്കുന്നു. മുൻ ശ്ലോകങ്ങളിൽ അദ്ദേഹം പറഞ്ഞത് കർമ്മത്തിൽ നിന്ന് യജ്ഞമുണ്ടാകുന്നു, യജ്ഞത്തിൽ നിന്ന് മഴ ലഭിക്കുന്നു, മഴയിൽ നിന്ന് അന്നം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, അന്നത്തിൽ എല്ലാ ജീവജാലങ്ങളും നിലനിൽക്കുന്നു. ഇങ്ങനെ പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ട ഒരു ദൈവിക ചക്രമാണ് ലോകത്തെ നിലനിർത്തുന്നത്. ഈ ചക്രത്തെ അംഗീകരിക്കാതെ സമൂഹത്തിനും പ്രകൃതിക്കും ദൈവത്തിനും ഒരു സംഭാവനയും നൽകാതെ സ്വന്തം ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവൻ യഥാർത്ഥ ജീവിത ലക്ഷ്യം നഷ്ടപ്പെടുത്തുന്നു. അത്തരം ജീവിതം സമൂഹത്തിനും സ്വയത്തിനും പ്രയോജനപ്പെടാത്തതിനാൽ അത് വ്യർത്ഥ ജീവിതമെന്ന് ശ്രീകൃഷ്ണൻ പറയുന്നു. ജീവിതം സ്വാർത്ഥ സുഖങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല. കടമകൾ നിറവേറ്റുന്നതിനും മറ്റുള്ളവരുടെ നന്മയ്ക്കുമായി ജീവിക്കേണ്ടതാണ്. പ്രകൃതിയെയും സമൂഹത്തെയും ദൈവത്തെയും ആദരിച്ച് ജീവിക്കുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണമാകുന്നത്. നിസ്വാർത്ഥ കർമ്മമാണ് മനുഷ്യജീവിതത്തിൻ്റെ മഹത്വം. ദൈവം നിശ്ചയിച്ച സൃഷ്ടിചക്രത്തെയും ധർമ്മത്തെയും അനുസരിച്ച് നിസ്വാർത്ഥമായി കർത്തവ്യം ചെയ്യുന്നവനാണ് യഥാർത്ഥത്തിൽ വിജയകരമായ ജീവിതം നയിക്കുന്നത്. ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവൻ്റെ ജീവിതം വ്യർത്ഥമാകുന്നു. ഹരേ കൃഷ്ണ. നന്ദി. ശ്ലോകം 17. യസ്ത്വാത്മരതിരേവ സ്യാത് ആത്മതൃപ്തശ്ച മാനവഃ ആത്മന്യേവ ച സന്തുഷ്ടഃ തസ്യ കാര്യം ന വിദ്യതേ. ആത്മാവിൽ തന്നെ ആനന്ദം കണ്ടെത്തുകയും ആത്മാവിൽ തന്നെ തൃപ്തനാവുകയും ആത്മാവിൽ തന്നെ സംതൃപ്തനായി ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യന് സ്വാർത്ഥലക്ഷ്യത്തിനായി ചെയ്യേണ്ട യാതൊരു കർമ്മബാധ്യതയുമില്ല. ഈ ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആത്മജ്ഞാനിയുടെ അവസ്ഥ വിവരിക്കുകയാണ്. സാധാരണ മനുഷ്യൻ സന്തോഷത്തിനും സംതൃപ്തിക്കും ബാഹ്യവസ്തുക്കളെയും ബന്ധങ്ങളെയും നേട്ടങ്ങളെയും ആശ്രയിക്കുന്നു.
എന്നാൽ ആത്മജ്ഞാനി തൻ്റെ യഥാർത്ഥ സ്വരൂപമായ ആത്മാവിനെ തിരിച്ചറിയുന്നതിനാൽ അവൻ്റെ സന്തോഷം പുറം ലോകത്തെ ആശ്രയിച്ചല്ല, അവൻ ആത്മ ആനന്ദത്തിൽ സ്ഥിരനാണ്. അത്തരം മഹാത്മാവിന് ഒന്നും നേടിയെടുക്കാനോ നഷ്ടപ്പെടുത്താനോ ഇല്ല. അതിനാൽ വ്യക്തിപരമായ നേട്ടത്തിനു വേണ്ടി ചെയ്യേണ്ട കടമകളൊന്നും അവശേഷിക്കുന്നില്ല. എന്നിരുന്നാലും ലോകക്ഷേമത്തിനും മറ്റുള്ളവർക്ക് മാതൃകയാകുന്നതിനുമായി അദ്ദേഹം കർമ്മങ്ങൾ ചെയ്യുന്നു. നമ്മുടെ സന്തോഷം ബാഹ്യ സാഹചര്യങ്ങളിലല്ല, മറിച്ച് മനസ്സിൻ്റെ ശാന്തിയിലും ആത്മബോധത്തിലുമാണ്. കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഫലാസക്തി വിട്ട് ആത്മവിശ്വാസത്തോടും ഈശ്വരാർപ്പണ ബുദ്ധിയോടും കൂടി പ്രവർത്തിച്ചാൽ ക്രമേണ ആത്മസംതൃപ്തിയിലേക്കും ആന്തരിക സമാധാനത്തിലേക്കും ഉയരാൻ കഴിയും. യഥാർത്ഥ സന്തോഷം പുറം ലോകത്തിലല്ല, സ്വന്തം ആത്മരൂപത്തെ തിരിച്ചറിയുന്നതിലൂടെയാണ് ലഭിക്കുന്നത്. ആത്മസംതൃപ്തനായ ജ്ഞാനിക്ക് സ്വാർത്ഥപ്രയോജനത്തിനായി ചെയ്യേണ്ടതായി ഒന്നും അവശേഷിക്കുന്നില്ല. ഹരേ കൃഷ്ണ. നന്ദി. ശ്ലോകം 18. നൈവ തസ്യ കൃതേനാർത്ഥോ നാകൃതേനേഹ കശ്ചന ന ചാസ്യ സർവഭൂതേഷു കശ്ചിദർത്ഥവ്യപാശ്രയഃ. ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച ആ മഹാത്മാവിന് ഈ ലോകത്തിൽ കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു നേട്ടവുമില്ല. കർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നത് കൊണ്ട് യാതൊരുവിധ ദോഷവുമില്ല. തൻ്റെ ഒരാവശ്യത്തിനും വേണ്ടി ഈ പ്രപഞ്ചത്തിലെ ഒരു ജീവിയെയും ആശ്രയിക്കേണ്ട കാര്യവും അവനില്ല. ഈ ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആത്മജ്ഞാനിയുടെ മഹത്വമാണ് വിവരിക്കുന്നത്. ആത്മാവിൽ തന്നെ സംതൃപ്തനായ ജ്ഞാനി പുറമേയുള്ള വസ്തുക്കളിൽ നിന്നോ പ്രശംസയിൽ നിന്നോ സമ്പത്തിൽ നിന്നോ സന്തോഷം തേടുന്നില്ല. അതിനാൽ കർമ്മം ചെയ്താൽ എന്തെങ്കിലും അധികമായി ലഭിക്കുമെന്ന പ്രതീക്ഷയും അദ്ദേഹത്തിനില്ല. അതുപോലെ കർമ്മം ചെയ്യാതിരുന്നാലും അദ്ദേഹത്തിന് നഷ്ടമൊന്നുമില്ല. അത്തരം മഹാത്മാവ് സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റാൻ മറ്റാരെയും ആശ്രയിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആനന്ദവും സമാധാനവും ആത്മസ്വരൂപത്തിൽ തന്നെയാണ് നിലകൊള്ളുന്നത്. എന്നിരുന്നാലും ജ്ഞാനികൾ ലോകക്ഷേമത്തിനും മറ്റുള്ളവർക്ക് മാതൃകയാകുന്നതിനുമായി കർമ്മങ്ങൾ ചെയ്യുന്നു. അവർ ഫലാസക്തിയില്ലാതെ നിഷ്കാമഭാവത്തോടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. ആത്മസാക്ഷാത്കാരം നേടിയ വ്യക്തി നേടാനോ നഷ്ടപ്പെടാനോ ഒന്നുമില്ലാത്തവനാണ്. എന്നിരുന്നാലും ലോകത്തിന് മാതൃകയാകാനും ലോകക്ഷേമത്തിനുമായി അദ്ദേഹം നിഷ്കാമഭാവത്തോടെ തൻ്റെ കർത്തവ്യങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നു. ഹരേ കൃഷ്ണ. നന്ദി. ശ്ലോകം 19. തസ്മാദസക്തഃ സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പൂരുഷഃ. അതിനാൽ ഫലത്തിൽ ആസക്തിയില്ലാതെ എപ്പോഴും ചെയ്യേണ്ട കർത്തവ്യ കർമ്മങ്ങൾ നിർവഹിക്കണം. കാരണം ആസക്തിയില്ലാതെ കർമ്മം ചെയ്യുന്ന മനുഷ്യൻ പരമപദം മോക്ഷം പ്രാപിക്കുന്നു. ഈ ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ കർമ്മയോഗത്തിൻ്റെ അടിസ്ഥാന തത്വം വീണ്ടും ഊന്നിപ്പറയുന്നു. മനുഷ്യൻ തൻ്റെ കർത്തവ്യങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്. എന്നാൽ ആ കർമ്മങ്ങളുടെ ഫലത്തോടുള്ള ആഗ്രഹമോ മമതയോ ഉണ്ടായിരിക്കരുത്. ഞാനാണ് ചെയ്യുന്നത്, എനിക്കിതിൽ നിന്ന് എന്ത് കിട്ടും എന്ന ചിന്തകളില്ലാതെ ധർമ്മബോധത്തോടെയും ദൈവാർപ്പണ ബുദ്ധിയോടെയും പ്രവർത്തിക്കണം. അങ്ങനെ ചെയ്യുന്ന കർമ്മം മനസ്സിനെ ശുദ്ധീകരിക്കുകയും ആത്മജ്ഞാനത്തിന് യോഗ്യമാക്കുകയും ചെയ്യുന്നു. ഒടുവിൽ ആ മനുഷ്യൻ
പരമമായ ആത്മസാക്ഷാത്കാരവും മോക്ഷവും പ്രാപിക്കുന്നു. ഫലാസക്തി ഉപേക്ഷിച്ച് കർത്തവ്യം നിർവഹിക്കുന്നവനാണ് യഥാർത്ഥ കർമ്മയോഗി. അത്തരം നിഷ്കാമകർമ്മം മനുഷ്യനെ ആത്മീയമായ ഉന്നതിയിലേക്കും പരമപദത്തിലേക്കും നയിക്കുന്നു. ഹരേ കൃഷ്ണ. നന്ദി. ശ്ലോകം 20. കർമ്മണൈവ ഹി സംസിദ്ധിം ആസ്ഥിതാ ജനകാദയഃ ലോകസംഗ്രഹമേവാപി സൻപശ്യൻ കർത്തുമർഹസി. രാജാ ജനകൻ തുടങ്ങിയ മഹാന്മാർ കർമ്മമനുഷ്ഠിച്ചുകൊണ്ട് തന്നെയാണ് പരിപൂർണത അഥവാ ആത്മസാക്ഷാത്കാരം പ്രാപിച്ചത്. അതുപോലെ ലോകത്തിൻ്റെ ക്ഷേമവും ധർമ്മത്തിൻ്റെ നിലനിൽപ്പും പരിഗണിച്ച് നീയും നിന്റെ കർത്തവ്യകർമ്മം ചെയ്യേണ്ടതാണ്. ഈ ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മെ പഠിപ്പിക്കുന്നത് ആത്മജ്ഞാനം നേടിയവർ പോലും കർമ്മം ഉപേക്ഷിക്കുന്നില്ല. മറിച്ച് അവർ സമൂഹത്തിന് മാതൃകയാകുന്നതിനും ലോകത്തിൻ്റെ നന്മയ്ക്കുമായി കർമ്മങ്ങൾ തുടരുന്നു. ജനക മഹാരാജാവ് രാജ്യകാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടു തന്നെ ആത്മജ്ഞാനവും മോക്ഷവും പ്രാപിച്ചു. അതിനാൽ ആത്മീയ പുരോഗതിക്ക് ലോകം വിട്ട് വനത്തിലേക്ക് പോകേണ്ടതില്ല. നിഷ്കാമഭാവത്തോടെ സ്വന്തം കർത്തവ്യം ചെയ്യുന്നതും മോക്ഷത്തിലേക്കുള്ള മാർഗമാണ്. ലോകസംഗ്രഹം എന്നത് വ്യക്തിപരമായ നേട്ടത്തിനു വേണ്ടിയല്ല, സമൂഹത്തിൻ്റെ ക്ഷേമത്തിനും ധർമ്മത്തിൻ്റെ സംരക്ഷണത്തിനും വേണ്ടിയുള്ള പ്രവർത്തനമാണ്. ഉന്നതരായ ആളുകൾ പ്രവർത്തിക്കുമ്പോൾ സാധാരണ ജനങ്ങൾ അവരെ മാതൃകയാക്കുന്നു. അതിനാൽ അവരുടെ പ്രവർത്തനം സമൂഹത്തെ ശരിയായ വഴിയിലേക്ക് നയിക്കുന്നു. അർജുനൻ ഒരു ക്ഷത്രിയനാണ്. ധർമ്മയുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നത് വ്യക്തിപരമായ തീരുമാനമല്ല, അത് സമൂഹത്തിൻ്റെ ധാർമ്മിക വ്യവസ്ഥയെ തന്നെ ബാധിക്കും. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ സ്വന്തം കർത്തവ്യം അനാസക്തിയോടെ നിർവഹിക്കൂ, അതിലൂടെ നിനക്കും ലോകത്തിനും നന്മയുണ്ടാകും എന്നുപദേശിക്കുന്നത്. അനാസക്തിയോടെ കർത്തവ്യം നിർവഹിക്കുന്നത് വ്യക്തിയുടെ ആത്മോന്നതിക്കും സമൂഹത്തിൻ്റെ ക്ഷേമത്തിനും ഒരുപോലെ അനിവാര്യമാണ്. ഹരേ കൃഷ്ണ. നന്ദി. ശ്ലോകം 21. യദ്യതാചരതി ശ്രേഷ്ഠസ് തത്തദേവേതരോ ജനഃ സ യത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. ശ്രേഷ്ഠനായ ഒരാൾ എന്ത് പ്രവർത്തിക്കുന്നുവോ സാധാരണ ജനങ്ങളും അത് തന്നെയാണ് ചെയ്യുന്നത്. അദ്ദേഹം എന്തിനെ മാതൃകയോ മാനദണ്ഡമോ ആക്കുന്നു, ലോകം അതിനെ തന്നെ പിന്തുടരുന്നു. ഈ ശ്ലോകത്തിൽ ശ്രീകൃഷ്ണൻ മാതൃകാപരമായ ജീവിതത്തിൻ്റെ പ്രാധാന്യമാണ് അർജുനനെ പഠിപ്പിക്കുന്നത്. സമൂഹത്തിലെ നേതാക്കൾ, അധ്യാപകർ, മാതാപിതാക്കൾ, ആത്മീയ ഗുരുക്കൾ, ഭരണാധികാരികൾ, പ്രശസ്തരായ വ്യക്തികൾ എന്നിവരുടെ ജീവിതം മറ്റുള്ളവർ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. അവർ പറയുന്നതിനേക്കാൾ അവർ ജീവിക്കുന്ന രീതിയാണ് ജനങ്ങളെ കൂടുതൽ സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉന്നത സ്ഥാനത്തുള്ളവർക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. അവരുടെ സത്യനിഷ്ഠയും ധാർമ്മികതയും ആത്മാർത്ഥമായ പ്രവർത്തനവും സമൂഹത്തിന് ശരിയായ ദിശ നൽകുന്നു. അതേസമയം അവർ തെറ്റായ മാതൃക കാട്ടിയാൽ അതും സമൂഹത്തെ പ്രതികൂലമായി ബാധിക്കും. അർജുനൻ ഒരു വീരയോദ്ധാവും രാജകുമാരനുമാണ്. ധർമ്മയുദ്ധത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറിയാൽ മറ്റുള്ളവരും സ്വന്തം കർത്തവ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് ന്യായമാണെന്ന് കരുതാൻ സാധ്യതയുണ്ട്. അതിനാൽ അദ്ദേഹം ധർമാനുസൃതമായി പ്രവർത്തിക്കേണ്ടത് സ്വന്തം വിജയത്തിനു വേണ്ടി മാത്രമല്ല, സമൂഹത്തിന് ശരിയായ മാതൃക നൽകുന്നതിനും കൂടിയാണ്. ശ്രേഷ്ഠരായ വ്യക്തികളുടെ ജീവിതം സമൂഹത്തിൻ്റെ ദിശ നിർണ്ണയിക്കുന്നു. അതിനാൽ ഓരോരുത്തരും
പ്രത്യേകിച്ച് ഉത്തരവാദിത്വമുള്ള സ്ഥാനത്തുള്ളവർ ധർമ്മവും സത്യവും അനുസരിച്ച് ജീവിക്കുകയും പ്രവർത്തിക്കുകയും വേണം. നല്ല മാതൃകയാണ് ഏറ്റവും വലിയ ഉപദേശം. ഹരേ കൃഷ്ണ. നന്ദി. ശ്ലോകം 22. ന മേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തമവാപ്തവ്യോ വർത്തയേവ ച കർമ്മണി. ഹേ പാർത്ഥ, 3 ലോകങ്ങളിലും എനിക്ക് ചെയ്യേണ്ടതായി യാതൊരു കടമയുമില്ല. എനിക്ക് ലഭിക്കാതെ അവശേഷിച്ച ഒന്നുമില്ല. ഇനിയും നേടിയെടുക്കേണ്ടതായും ഒന്നുമില്ല. എന്നിരുന്നാലും ഞാൻ കർമ്മത്തിൽ നിരന്തരം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ നിഷ്കാമ കർമ്മത്തിൻ്റെ ഉന്നത മാതൃക സ്വന്തം ജീവിതത്തിലൂടെ അവതരിപ്പിക്കുന്നു. പരമേശ്വരനായ കൃഷ്ണന് നേടാനുള്ളതോ നഷ്ടപ്പെടാനുള്ളതോ ഒന്നുമില്ല. അവൻ പൂർണ്ണനാണ്. അതിനാൽ ഏതെങ്കിലും ഫലം ലഭിക്കാനായി കർമ്മം ചെയ്യേണ്ട ആവശ്യവുമില്ല. എന്നിട്ടും ഭഗവാൻ കർമ്മത്തിൽ ഏർപ്പെടുന്നത് 2 പ്രധാന കാരണങ്ങളാലാണ്: ധർമ്മത്തിൻ്റെ സംരക്ഷണത്തിനും ലോകക്രമം നിലനിർത്തുന്നതിനും. മനുഷ്യർക്ക് മാതൃകയായിരിക്കാനുമായി മഹാന്മാർ ചെയ്യുന്ന പ്രവൃത്തികളാണ് സമൂഹം പിന്തുടരുന്നത്. അതിനാൽ ഭഗവാൻ സ്വയം കർമ്മം ചെയ്ത് മനുഷ്യരെ ധർമ്മമാർഗത്തിലേക്ക് നയിക്കുന്നു. ഇവിടെ ശ്രീകൃഷ്ണൻ അർജുനനെ പഠിപ്പിക്കുന്നത് സ്വാർത്ഥലാഭത്തിനല്ല, ലോകക്ഷേമത്തിനും ധർമ്മ സംരക്ഷണത്തിനുമായി കർമ്മം ചെയ്യുക എന്നതാണ്. കർമ്മം ചെയ്യേണ്ടത് നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. യഥാർത്ഥ മഹത്വം സ്വാർത്ഥതയില്ലാതെ കടമ നിർവഹിക്കുന്നതിലാണ്. സമൂഹത്തിന് മാതൃകയാകുന്ന ജീവിതമാണ് ഏറ്റവും മഹത്തായത്. ദൈവം പോലും ലോകക്ഷേമത്തിനായി കർമ്മം ചെയ്യുമ്പോൾ മനുഷ്യൻ തൻ്റെ കടമകളിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. ഫലാപേക്ഷയില്ലാതെ ലോകക്ഷേമവും ധർമ്മസംരക്ഷണവും ലക്ഷ്യമാക്കി സ്വന്തം കടമകൾ ആത്മാർത്ഥമായി നിർവഹിക്കുന്നതാണ് കർമ്മയോഗത്തിൻ്റെ സാരാംശം. ഹരേ കൃഷ്ണ. നന്ദി. ശ്ലോകം 23. യദി ഹ്യഹന്ന വർത്തേയൻ ജാതു കർമ്മണ്യതന്ത്രിതഃ മമ വർമാനുവർത്തന്തെ മനുഷ്യാഃ പാർത്ഥ സർവശഃ. ഹേ പാർത്ഥ, ഞാൻ ഒരിക്കലെങ്കിലും ജാഗ്രതയോടെ എൻ്റെ കർത്തവ്യകർമ്മങ്ങളിൽ ഏർപ്പെടാതിരുന്നാൽ എല്ലാ മനുഷ്യരും എല്ലാ വിധത്തിലും എൻ്റെ മാർഗത്തെ തന്നെ പിന്തുടരും. ഈ ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ മാതൃകയുടെ ശക്തിയെക്കുറിച്ചാണ് അർജുനനെ പഠിപ്പിക്കുന്നത്. ഭഗവാന് നേടേണ്ടതായി ഒന്നുമില്ല. എങ്കിലും അദ്ദേഹം ലോകക്ഷേമത്തിനും ധർമ്മ സംരക്ഷണത്തിനുമായി നിരന്തരം കർമ്മം ചെയ്യുന്നു. കാരണം സമൂഹത്തിലെ സാധാരണ ജനങ്ങൾ മഹാന്മാരുടെ പ്രവർത്തനങ്ങളെയാണ് മാതൃകയാക്കുന്നത്. ശ്രീകൃഷ്ണൻ പറയുന്നതിതാണ്: ഞാൻ എൻ്റെ കർത്തവ്യങ്ങൾ ഉപേക്ഷിച്ചാൽ മനുഷ്യരും അതുതന്നെ അനുകരിക്കും. അതിൻ്റെ ഫലമായി സമൂഹത്തിൽ അലംഭാവവും കർത്തവ്യവിമുഖതയും വ്യാപിക്കുകയും ധർമ്മക്രമം തകരുകയും ചെയ്യും. ഈ ശ്ലോകം ഓരോരുത്തർക്കും വലിയൊരു സന്ദേശം നൽകുന്നു. ഒരു സമൂഹത്തിലെ പ്രമുഖരോ ഭരണാധികാരികളോ എന്ത് ചെയ്യുന്നോ അതാണ് സാധാരണ ജനങ്ങൾ പിന്തുടരുക. നാം ചെയ്യുന്ന ഓരോ നല്ല പ്രവൃത്തിയും മറ്റുള്ളവർക്ക് പ്രചോദനമാകണം. അതുകൊണ്ട് ഫലാസക്തിയില്ലാതെ ആത്മാർത്ഥതയോടും ഉത്തരവാദിത്വത്തോടും സ്വന്തം കർത്തവ്യങ്ങൾ നിർവഹിക്കുകയാണ് യഥാർത്ഥ കർമ്മയോഗം. സമൂഹത്തിൽ ഉയർന്ന സ്ഥാനത്തിരിക്കുന്നവർ മറ്റുള്ളവർക്ക് മാതൃകയാവും വിധം എപ്പോഴും ഉണർവോടെ സ്വന്തം കടമകൾ ചെയ്യണം എന്ന വലിയൊരു സന്ദേശമാണ് ഭഗവാൻ ഇവിടെ നൽകുന്നത്. ഹരേ കൃഷ്ണ. നന്ദി. ശ്ലോകം
24 ഉത്സീദേയുരിമേ ലോകാ ന കുര്യാം കർമ്മ ചേദഹം സങ്കരസ്യ ച കർത്താസ്യാം ഉപഹന്യാമി മാഃ പ്രജാഃ. ഞാൻ കർമ്മമനുഷ്ഠിക്കുന്നില്ല എന്ന് വന്നാൽ ഈ ലോകം നശിച്ചു പോകും, ധർമ്മക്രമം തകരും. അങ്ങനെ ഞാൻ പ്രജകളുടെ ധർമ്മസങ്കരത്തിൻ്റെ കർത്താവായി തീരും. ഇത് പ്രജകൾക്ക് നാശകരമായി ഭവിക്കും. ഈ ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ലോകനന്മയ്ക്കു വേണ്ടി കർമ്മം ചെയ്യേണ്ടതിൻ്റെ അനിവാര്യത വ്യക്തമാക്കുന്നു. പരമാത്മാവായ ശ്രീകൃഷ്ണന് നേടാനോ നഷ്ടപ്പെടാനോ ഒന്നുമില്ല. എന്നിരുന്നാലും അദ്ദേഹം തൻ്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നു. കാരണം ദൈവം തന്നെ കർമ്മം ഉപേക്ഷിച്ചാൽ മനുഷ്യർ അതിനെ മാതൃകയാക്കി കർമ്മരഹിതരാകും. അങ്ങനെ സമൂഹത്തിൻ്റെ ക്രമവും ധാർമ്മിക മൂല്യങ്ങളും തകർന്നു പോകും. സങ്കരസ്യ എന്നത് ധർമ്മവ്യവസ്ഥയിലെ ആശയക്കുഴപ്പത്തെയും ക്രമഭംഗത്തെയും സൂചിപ്പിക്കുന്നു. ഓരോരുത്തരും സ്വന്തം ഉത്തരവാദിത്തങ്ങൾ ഉപേക്ഷിച്ചാൽ കുടുംബത്തിലും സമൂഹത്തിലും രാജ്യത്തിലും അരാജകത്വം വളരും. അതിൻ്റെ ദോഷഫലം അനുഭവിക്കുന്നത് സാധാരണ ജനങ്ങളായിരിക്കും. സ്വാർത്ഥതയില്ലാതെ സ്വന്തം കർത്തവ്യം ആത്മാർത്ഥമായി നിർവഹിക്കുന്നത് വ്യക്തിയുടെ ഉയർച്ചയ്ക്ക് മാത്രമല്ല, സമൂഹത്തിൻ്റെ ക്ഷേമത്തിനും അനിവാര്യമാണ്. നമ്മുടെ കർമ്മങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയാകുന്നുവെന്ന ബോധത്തോടെ ജീവിക്കണമെന്നാണ് ഈ ശ്ലോകത്തിലൂടെ ശ്രീകൃഷ്ണൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഹരേ കൃഷ്ണ. നന്ദി. ശ്ലോകം 25. സക്താഃ കർമ്മണ്യ വിദ്വാംസോ യഥാ കുർവന്തി ഭാരത കുര്യാദ്വിദ്വാംസ്തഥാ സക്തഃ ചികീർഷുർലോകസംഗ്രഹം. ഹേ ഭാരത, കർമ്മഫല ചിന്തയിൽ ആസക്തരായി അജ്ഞന്മാർ പ്രവർത്തിക്കുന്ന പോലെ തത്വജ്ഞാനിയും ജനങ്ങൾക്ക് നേർവഴി കാട്ടുവാൻ തീരുമാനിച്ച് ഫലസംഗം കൂടാതെ ലോകനന്മയെ ഉദ്ദേശിച്ച് കർമ്മം ചെയ്യേണ്ടതാണ്. ഈ ശ്ലോകത്തിൽ ശ്രീകൃഷ്ണൻ ജ്ഞാനിയുടെ ജീവിത രീതിയെ വളരെ മനോഹരമായി വിവരിക്കുന്നു. സാധാരണ മനുഷ്യർ പലപ്പോഴും കർമ്മം ചെയ്യുന്നത് അതിൻ്റെ ഫലം ലഭിക്കാനാണ്. പ്രശസ്തി, സമ്പത്ത്, വിജയം, അംഗീകാരം എന്നിവയാണ് അവരുടെ പ്രചോദനം. അതുകൊണ്ട് തന്നെ അവർ കർമ്മഫലത്തിൽ ആസക്തരായിരിക്കും. എന്നാൽ ഒരു ജ്ഞാനിയുടെ കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. അദ്ദേഹം കർമ്മം ചെയ്യുന്നത് വ്യക്തിപരമായ നേട്ടത്തിനു വേണ്ടിയല്ല, സമൂഹത്തിൻ്റെ നന്മയ്ക്കും ധർമ്മത്തിൻ്റെ സംരക്ഷണത്തിനും മറ്റുള്ളവർക്ക് നല്ല മാതൃക നൽകാനുമാണ്. അതിനാൽ അദ്ദേഹം തൻ്റെ കർത്തവ്യം ആത്മാർത്ഥമായി നിർവഹിക്കുമ്പോഴും അതിൻ്റെ ഫലത്തോട് യാതൊരു മമതയും കാണിക്കാറില്ല. ഇവിടെ ശ്രീകൃഷ്ണൻ ലോകസംഗ്രഹം എന്ന പദത്തിലൂടെ ഒരു മഹത്തായ സന്ദേശമാണ് നൽകുന്നത്. ലോകസംഗ്രഹം എന്നത് ലോകത്തിൻ്റെ ക്ഷേമം, സാമൂഹിക ക്രമം, ധാർമ്മിക മൂല്യങ്ങൾ എന്നിവ സംരക്ഷിക്കുക എന്നതാണ്. ഹരേ കൃഷ്ണ. നന്ദി. ശ്ലോകം 26. ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാനാം കർമ്മസംഗിനാം ജോഷയേത് സർവകർമാണി വിദ്വാന്യുക്തഃ സമാചരൻ. കർമ്മങ്ങളിൽ ആസക്തരായ അജ്ഞാനികളുടെ ബുദ്ധിയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കരുത്. ജ്ഞാനിയായ ഒരാൾ സ്വയം സമചിത്തതയോടെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് അവരെയും അവരുടെ കർത്തവ്യങ്ങൾ സന്തോഷത്തോടെ ചെയ്യാൻ പ്രേരിപ്പിക്കണം. ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നു, ജ്ഞാനിയായ ഒരാൾ ഒരിക്കലും
സാധാരണക്കാരായ ആളുകളുടെ വിശ്വാസത്തെയോ അവരുടെ കർമ്മരീതികളെയോ പരിഹസിക്കാനോ തകർക്കാനോ പാടില്ല. എല്ലാം മായയാണ്, അതുകൊണ്ട് ജോലി ഉപേക്ഷിക്കൂ എന്ന് പറഞ്ഞ് അവരുടെ ബുദ്ധിയിൽ ആശയക്കുഴപ്പമുണ്ടാക്കരുത്. കാരണം അതവരെ കർമ്മവിമുഖരാക്കും. ഉയർന്ന തത്വങ്ങൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ എല്ലാവർക്കും കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് അവരെ കുറ്റപ്പെടുത്താതെ അവരുടെ തലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് വഴി നടത്തുകയാണ് വേണ്ടത്. ഈ ശ്ലോകം നമ്മെ പഠിപ്പിക്കുന്നത് യഥാർത്ഥ ജ്ഞാനം മറ്റുള്ളവരെ വിമർശിക്കുകയോ ആശയക്കുഴപ്പത്തിലാക്കുകയോ ചെയ്യുന്നതല്ല. അവരുടെ നിലവാരത്തിൽ നിന്ന് അവരെ ക്രമേണ ഉയർത്തിക്കൊണ്ടുവരികയാണ് വേണ്ടത്. സ്നേഹത്തോടെയും ക്ഷമയോടെയും മാതൃകാപരമായ ജീവിതത്തിലൂടെയും മറ്റുള്ളവരെ നയിക്കുന്നതിലാണ് യഥാർത്ഥ ജ്ഞാനിയുടെ മഹത്വം. ഹരേ കൃഷ്ണ. നന്ദി. ശ്ലോകം 27. പ്രകൃതേഃ ക്രിയമാണാനി ഗുണൈഃ കർമാണി സർവശഃ അഹങ്കാരവിമൂഢാത്മാ കർത്താഹമിതി മന്യതേ. കർമ്മങ്ങളെല്ലാം തന്നെ പ്രകൃതിയുടെ ഗുണങ്ങളാലാണ് ചെയ്യപ്പെടുന്നത്. അഹങ്കാരം കൊണ്ട് മൂഢചിത്തനായി തീർന്നവൻ താനാണ് കർമ്മം ചെയ്യുന്നവൻ എന്ന് കരുതുന്നു. ഈ ശ്ലോകത്തിൽ ശ്രീകൃഷ്ണൻ മനുഷ്യൻ്റെ അഹങ്കാരത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുത്തുകയാണ്. നാം ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിൻ്റെയും പിന്നിൽ ശരീരവും മനസ്സും ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നത് പ്രകൃതിയുടെ ഗുണങ്ങളാലാണ്. എന്നാൽ അഹങ്കാരം മനുഷ്യനെ ഒരു വലിയ തെറ്റിലേക്കാണ് നയിക്കുന്നത്. ഞാനാണ് ചെയ്തത്, എൻ്റെ കഴിവുകൊണ്ടാണ് വിജയം, എന്നെക്കൊണ്ടാണ് എല്ലാം നടക്കുന്നത് എന്ന ചിന്തയാണ് അഹങ്കാരം. ജ്ഞാനി തിരിച്ചറിയുന്നത് മറ്റൊന്നാണ്. താൻ ദൈവത്തിൻ്റെ ഉപകരണം മാത്രമാണെന്നും യഥാർത്ഥ കർത്താവ് പ്രകൃതിയുടെയും പരമാത്മാവിൻ്റെയും ശക്തിയാണെന്നും അദ്ദേഹം മനസ്സിലാക്കുന്നു. ഈ തിരിച്ചറിവ് അഹങ്കാരം കുറയ്ക്കുകയും മനസ്സിൽ വിനയവും സമാധാനവും വളർത്തുകയും ചെയ്യുന്നു. ഞാനാണ് കർത്താവ് എന്ന അഹങ്കാരം വിട്ട് ഞാൻ ദൈവത്തിൻ്റെ ഒരു ഉപകരണം മാത്രമാണ് എന്ന ഭാവത്തോടെ കർത്തവ്യം നിർവഹിക്കുമ്പോഴാണ് യഥാർത്ഥ കർമ്മയോഗം ജീവിതത്തിൽ വിരിയുന്നത്. ഹരേ കൃഷ്ണ. നന്ദി. ശ്ലോകം 28. തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മവിഭാഗയോഃ ഗുണാഗുണേഷു വർത്തന്ത ഇതി മത്വാ ന സജ്ജതേ. ഹേ മഹാബാഹുവായ അർജുന, പ്രകൃതിയുടെ ഗുണങ്ങളും അവയിൽ നിന്നുത്ഭവിക്കുന്ന കർമ്മങ്ങളും യഥാർത്ഥത്തിൽ അറിയുന്ന തത്വജ്ഞാനി ഗുണങ്ങൾ ഗുണങ്ങളോടാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. അതിനാൽ അവൻ കർമ്മങ്ങളോട് ആസക്തനാകുന്നില്ല. ഈ ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ജ്ഞാനിയുടെയും അജ്ഞാനിയുടെയും കാഴ്ചപ്പാടിലുള്ള വ്യത്യാസം വ്യക്തമാക്കുന്നു. നമ്മുടെ ശരീരവും മനസ്സും ഇന്ദ്രിയങ്ങളും പ്രകൃതിയുടെ ഭാഗമാണ്. അവ അവയുടെ സ്വഭാവമനുസരിച്ച് പ്രവർത്തിക്കുന്നു. എന്നാൽ അജ്ഞാനി ഞാനാണെല്ലാം ചെയ്യുന്നത് എന്നു കരുതി അഹങ്കാരത്തിലും ആസക്തിയിലും കുടുങ്ങുന്നു. തത്വജ്ഞാനിക്ക് ഇത് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ ഞാനാണെല്ലാം ചെയ്യുന്നത് എന്ന അഹങ്കാരം അദ്ദേഹത്തിനില്ല. ഇന്ദ്രിയങ്ങൾ അവയുടെ വിഷയങ്ങളുമായി ഇടപെടുകയാണ്. പ്രകൃതിയുടെ ഗുണങ്ങളോടാണ് പ്രവർത്തിക്കുന്നത് എന്ന ബോധ്യമാണ് അദ്ദേഹത്തിനുള്ളത്. ഇതിൻ്റെ അർത്ഥം കർമ്മം ഉപേക്ഷിക്കണമെന്നല്ല, മറിച്ച് കർമ്മം ചെയ്യുമ്പോൾ ഞാനെന്ന അഹങ്കാരവും എൻ്റേതെന്ന മമതയും ഒഴിവാക്കണമെന്നാണ്. ഹരേ കൃഷ്ണ. നന്ദി. ശ്ലോകം 29. പ്രകൃതേർഗുണസമ്മൂഢാസ് സജ്ജന്തെ ഗുണകർമ്മസു താന
കൃത്സ്നവിദോ മന്ദാൻ കൃത്സ്നവിന്ന വിചാലയേത്. പ്രകൃതിയുടെ ഗുണങ്ങളാൽ മൂഢചിത്തരായി തീരുന്നവർ ഗുണകർമ്മങ്ങളിൽ കർത്തൃത്വ ഭോക്തൃത്വ രൂപേണ സംഗമിക്കുന്നു. അല്പജ്ഞരായ ആ മന്ദബുദ്ധികളെ കർമ്മരഹസ്യം മനസ്സിലാക്കിയ ബ്രഹ്മനിഷ്ഠൻ വിചലിപ്പിക്കരുത്. പ്രകൃതിയുടെ 3 ഗുണങ്ങളായ സത്വം, രജസ്, തമസ് എന്നിവയാൽ മോഹിതരായ ആളുകൾ അവയുടെ പ്രേരണയാൽ ചെയ്യുന്ന കർമ്മങ്ങളിൽ ആസക്തരാകുന്നു. എന്നാൽ ആത്മതത്വം പൂർണ്ണമായി മനസ്സിലാക്കിയ ജ്ഞാനി അത്തരം പരിമിതമായ അറിവുള്ളവരുടെ വിശ്വാസം തകർക്കുകയോ അവരെ ആശയക്കുഴപ്പത്തിലാക്കുകയോ ചെയ്യരുത്. ഈ ശ്ലോകത്തിലൂടെ ശ്രീകൃഷ്ണൻ വ്യക്തമാക്കി തരുന്നത്, എല്ലാവരും ഒരേ ആത്മീയ പക്വതയിലല്ല. പലരും തങ്ങളുടെ സ്വഭാവത്തിനും സംസ്കാരങ്ങൾക്കുമനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അത്തരം ആളുകളെ പരിഹസിക്കുകയോ അവരുടെ വിശ്വാസങ്ങളെ പെട്ടെന്ന് തകർക്കുകയോ ചെയ്യുന്നത് അവരുടെ വളർച്ചയ്ക്ക് സഹായകരമല്ല. ഒരു യഥാർത്ഥ ജ്ഞാനി മറ്റുള്ളവരെ വിമർശിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് അവരുടെ നിലവാരത്തിൽ നിന്ന് സ്നേഹത്തോടെയും ക്ഷമയോടെയും ശരിയായ വഴിയിലേക്ക് നയിക്കുകയാണ്. മാറ്റം നിർബന്ധിച്ച് വരുത്തുന്നതല്ല, മറിച്ച് മാതൃകയിലൂടെ പ്രചോദിപ്പിക്കുന്നതാണ് ജ്ഞാനിയുടെ മാർഗം. ഹരേ കൃഷ്ണ. നന്ദി. ശ്ലോകം 30. മയി സർവാണി കർമാണി സന്യസ്യാധ്യാത്മചേതസാ നിരാശീർനിർമമോ ഭൂത്വാ യുധ്യസ്വ വിഗതജ്വരഃ. ശരീരം, ഇന്ദ്രിയങ്ങൾ, മനസ്സ് ഇവ കൊണ്ട് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും എന്നിൽ അർപ്പിക്കുക. ആത്മസാക്ഷാത്കാരമെന്ന ലക്ഷ്യത്തിൽ മനസ്സുറപ്പിക്കുക. ലൗകികമായ ആഗ്രഹങ്ങളിൽ കൊതിക്കാതെ, എൻ്റെ എന്ന ബോധമില്ലാതെ ശോകം വെടിഞ്ഞ് സ്വകർമ്മമായ യുദ്ധമനുഷ്ഠിക്കുക. നിന്റെ എല്ലാ ചിന്തകളും ഈശ്വരനിൽ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഈശ്വരനിൽ സമർപ്പിക്കുക. ഫലത്തെക്കുറിച്ച് അമിതമായി ആഗ്രഹിക്കാതെ, ഞാനാണിത് ചെയ്യുന്നത് എന്ന അഹങ്കാരമില്ലാതെ, മനസ്സിലെ സങ്കടങ്ങളും ഉത്കണ്ഠകളും മാറ്റിവെച്ച് നീ നിന്റെ കർത്തവ്യം ചെയ്യുക. ഈ ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് നൽകുന്ന ഉപദേശം എല്ലാ മനുഷ്യർക്കുമുള്ള പാഠമാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യണമെന്നാണ് ഭഗവാൻ പറയുന്നത്. കർമ്മം ചെയ്യുക നമ്മുടെ ഉത്തരവാദിത്വമാണ്. എന്നാൽ അതിൻ്റെ ഫലത്തെക്കുറിച്ച് അമിത പ്രതീക്ഷയും ആശങ്കയും നമ്മെ ബന്ധനത്തിലാക്കുന്നു. നിരാശി എന്നത് ഫലപ്രതീക്ഷയില്ലാതെ പ്രവർത്തിക്കുക എന്നതാണ്. നിർമ്മമ എന്നത് ഇത് എൻ്റേതാണ് എന്ന സ്വാർത്ഥബോധം ഉപേക്ഷിക്കുക എന്നർത്ഥം. ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ മനസ്സ് ശാന്തമാകുന്നു. വിഗതജ്വര എന്നത് മാനസിക ഉത്കണ്ഠയും ഭയവും സംശയവും വിട്ട് ജീവിക്കുക എന്നതാണ്. ജീവിതത്തിൽ എന്ത് കർത്തവ്യമാണോ മുന്നിലുള്ളത് അത് ധൈര്യത്തോടെയും സമർപ്പണത്തോടെയും നിർവഹിക്കണം. ഹരേ കൃഷ്ണ. നന്ദി. ശ്ലോകം 31. യേ മേ മതമിതന്നിത്യം അനുതിഷ്ഠന്തി മാനവാഃ ശ്രദ്ധാവന്തോ ന സൂയന്തോ മുച്യന്തേ തേപി കർമ്മഭിഃ. എൻ്റെ ഈ അഭിപ്രായത്തെ സംശയദൃഷ്ടിയോടെ അല്ലാതെ ശ്രദ്ധയോടെ അനുദിനം അനുഷ്ഠിക്കുന്നവർ എല്ലാ കർമ്മബന്ധങ്ങളിൽ നിന്നും മുക്തരായിത്തീരുന്നു. ഈ ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്
ഒരു മഹത്തായ സത്യമാണ്. ഗീതയിലെ ഉപദേശങ്ങൾ കേൾക്കുക മാത്രം പോരാ, അവ ശ്രദ്ധയോടെയും വിശ്വാസത്തോടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അനസൂയന്ത എന്നത് കുറ്റം കണ്ടെത്താതെ, സംശയത്തോടെയോ പരിഹാസത്തോടെയോ അല്ലാതെ തുറന്ന മനസ്സോടെ സ്വീകരിക്കുക എന്നാണ്. അങ്ങനെ ജീവിക്കുന്നവർ കർമ്മം ചെയ്യുന്നത് നിർത്തുന്നില്ല. എന്നാൽ അവർ കർമ്മത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് മോചിതരാകുന്നു. കാരണം അവർ ഫലത്തിൽ ആസക്തരാകാതെ ഭഗവാന്റെ ഉപദേശപ്രകാരം കർത്തവ്യം നിർവഹിക്കുന്നു. ഈ ശ്ലോകം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ശ്രദ്ധയും വിശ്വാസവും ചേർന്ന അനുഷ്ഠാനമാണ് ആത്മീയ പുരോഗതിയുടെ താക്കോൽ എന്നതാണ്. ഗീത വായിക്കുന്നത് മഹത്തായ കാര്യമാണ്. എന്നാൽ ഗീതയിലൂടെ ജീവിക്കുന്നതാണ് യഥാർത്ഥ ആത്മീയ സാധന. വിശ്വാസത്തോടെ കർത്തവ്യം ചെയ്യുമ്പോൾ കർമ്മബന്ധനം അലിഞ്ഞില്ലാതെയാകും. ഹരേ കൃഷ്ണ. നന്ദി. ശ്ലോകം 32. യേ ത്വേതദഭ്യസൂയന്തോ നാനുതിഷ്ഠന്തി മേ മതം സർവജ്ഞാനവിമൂഢാസ്താൻ വിദ്ധി നഷ്ടാന ചേതസഃ. എൻ്റെ നിർദ്ദേശം ദോഷദൃഷ്ടിയോടെ വീക്ഷിച്ച് അനുഷ്ഠിക്കാതിരിക്കുന്ന ബുദ്ധി തീരെ ഇല്ലാത്തവരും സർവജ്ഞാന വിമൂഢരുമായ വ്യക്തികൾ നശിച്ചുപോയെന്നു തന്നെ കണക്കാക്കാം. 31-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞത് തൻ്റെ ഉപദേശങ്ങൾ വിശ്വാസത്തോടെയും അസൂയയില്ലാതെയും പിന്തുടരുന്നവർ കർമ്മബന്ധനങ്ങളിൽ നിന്ന് മുക്തരാകുമെന്നാണ്. എന്നാൽ ഈ ശ്ലോകത്തിൽ അതിന് നേരെ വിപരീതമായി പ്രവർത്തിക്കുന്നവരുടെ അവസ്ഥയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. അഭ്യസൂയന്തോ, അഹങ്കാരവും അസൂയയും ഈശ്വരീയമായ നിയമങ്ങളോടോ പ്രകൃതി നിയമങ്ങളോടോ അസൂയയോടും കുറ്റപ്പെടുത്തലുകളോടും കൂടി സമീപിക്കുന്നവർക്ക് ഒരിക്കലും നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയില്ല. ഉപദേശങ്ങളിൽ തെറ്റുകൾ മാത്രം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നവർ തങ്ങളെ തന്നെയാണ് ഇരുട്ടിലേക്ക് തള്ളിവിടുന്നത്. സർവജ്ഞാന വിമൂഢാൻ, വിവേകമില്ലായ്മ. ലോകത്തിലുള്ള എല്ലാ അറിവുകളും പുസ്തകങ്ങളിൽ നിന്ന് നേടിയാലും ശരിയായ ജീവിതമാർഗം തിരഞ്ഞെടുക്കാൻ വിവേകമില്ലെങ്കിൽ ആ ജ്ഞാനം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അങ്ങനെയുള്ളവർ യഥാർത്ഥ ജ്ഞാനത്തിൽ നിന്നും അജ്ഞതയിലേക്ക് വീണുപോകുന്നു. നഷ്ടാൻ അചേതസഃ, നാശം. ധർമ്മത്തെയും ഈശ്വരവചനങ്ങളെയും തള്ളിക്കളഞ്ഞ് സ്വയം അഹങ്കാരത്തോടെ ജീവിക്കുന്നവർ വിവേകശൂന്യരായി മാറുകയും ഒടുവിൽ സ്വന്തം ജീവിതത്തെ തന്നെ നാശത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. പ്രകൃതിയുടെയും ഈശ്വരൻ്റെയും ഉപദേശങ്ങളെ അവിശ്വാസത്തോടെയും അഹങ്കാരത്തോടെയും തള്ളിക്കളയുന്നവർ സ്വന്തം വിവേകക്കേടുകൊണ്ട് നാശത്തിലേക്ക് പതിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ്. ഹരേ കൃഷ്ണ. നന്ദി. ശ്ലോകം 33. സദൃശം ചേഷ്ടതേ സ്വസ്യാ പ്രകൃതേർജ്ഞാനവാനപി പ്രകൃതിയാന്തി ഭൂതാനി നിഗ്രഹഃ കിം കരിഷ്യതി. ജ്ഞാനസമ്പന്നൻ പോലും തൻ്റെ പ്രകൃതിക്കനുസരിച്ചാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാ ജീവജാലങ്ങളും സ്വന്തം പ്രകൃതി ഗുണങ്ങളെ തന്നെ അനുവർത്തിക്കുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ശ്ലോകത്തിലൂടെ മനുഷ്യ സ്വഭാവത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നു. ഓരോ മനുഷ്യനും ജനിക്കുന്നത് ചില പ്രത്യേക വാസനകളോടും സ്വഭാവ ഗുണങ്ങളോടും കൂടിയാണ്. ഇതിനെയാണ് ഇവിടെ പ്രകൃതി എന്ന് വിളിക്കുന്നത്. നമ്മൾ എത്ര വലിയ ജ്ഞാനിയായാലും പുറത്തുനിന്ന് നിയന്ത്രണങ്ങൾ വെച്ചാലും ഉള്ളിലെ യഥാർത്ഥ സ്വഭാവം
എപ്പോഴെങ്കിലും പുറത്തു വരും. അതുകൊണ്ടാണ് എല്ലാവരും തങ്ങളുടെ പ്രകൃതിക്കനുസരിച്ച് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ദുർബലതകളെ വെറും ബലപ്രയോഗത്തിലൂടെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് സ്ഥിരമായ പരിഹാരമല്ല. മനസ്സിനെ ശുദ്ധീകരിക്കുകയും വിവേകം വളർത്തുകയും സത്സംഗം, ഭഗവത് സ്മരണം, നിഷ്കാമകർമ്മം എന്നിവയിലൂടെ സ്വഭാവത്തെ ക്രമേണ ഉയർത്തിക്കൊണ്ടുവരികയുമാണ് യഥാർത്ഥ മാർഗം. ഈ ശ്ലോകം നമ്മെ പഠിപ്പിക്കുന്നത് സ്വഭാവത്തെ നിഷേധിക്കുകയല്ല വേണ്ടത്, അത് തിരിച്ചറിഞ്ഞ് ദൈവികമായ ദിശയിലേക്ക് പരിവർത്തനം ചെയ്യുകയാണ് വേണ്ടത്. ഹരേ കൃഷ്ണ. നന്ദി. ശ്ലോകം 34. ഇന്ദ്രിയസ്യേന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷൗ വ്യവസ്ഥിതൗ തയോർന വശമാഗച്ഛേത് തൗ ഹ്യസ്യ പരിപന്ഥിനൗ. ഇന്ദ്രിയങ്ങൾക്ക് അവയുടെ വിഷയങ്ങളിൽ ഇഷ്ടമുള്ളതിനോട് രാഗവും ഇഷ്ടമില്ലാത്തതിനോട് ദ്വേഷവും നിയമേന കാണപ്പെടുന്നു. ഈ രാഗദ്വേഷങ്ങൾക്ക് അധീനപ്പെടരുത്. കാരണം ഈ രാഗദ്വേഷങ്ങൾ ജ്ഞാനത്തിൻ്റെ ശത്രുക്കളാകുന്നു. ഓരോ ഇന്ദ്രിയത്തിനും അതിൻ്റെ വിഷയങ്ങളോട് സ്വാഭാവികമായ ഇഷ്ടവും അനിഷ്ടവുമുണ്ട്. എന്നാൽ മനുഷ്യൻ അതിൻ്റെ അടിമയാകരുത്. കാരണം ആത്മീയ പുരോഗതിയുടെ വഴിയിൽ ഇവ രണ്ടും വലിയ തടസ്സങ്ങളാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇവിടെ മനുഷ്യ മനസ്സിൻ്റെ അടിസ്ഥാന സ്വഭാവമാണ് വ്യക്തമാക്കുന്നത്. നമുക്കിഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് മനസ്സോടുകയും ഇഷ്ടമില്ലാത്തവയിൽ നിന്ന് അകന്നു നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതാണ് രാഗവും ദ്വേഷവും. എന്നാൽ ഈ രണ്ടും നമ്മുടെ തീരുമാനങ്ങളെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ വിവേകം നഷ്ടപ്പെടുന്നു. ഇഷ്ടമുള്ളത് ലഭിക്കാത്തപ്പോൾ ദേഷ്യവും ഇഷ്ടമില്ലാത്തത് നേരിടേണ്ടി വരുമ്പോൾ കോപവും നിരാശയും ഉണ്ടാകുന്നു. അങ്ങനെ മനസ്സ് അശാന്തമാകുന്നു. അതുകൊണ്ട് ഇഷ്ടാനിഷ്ടങ്ങളുടെ അടിമയാകാതെ ധർമ്മബോധത്തോടെയും വിവേകത്തോടെയും ജീവിക്കാനാണ് ശ്രീകൃഷ്ണൻ ഉപദേശിക്കുന്നത്. ശരിയായത് ചെയ്യുക എന്നതായിരിക്കണം നമ്മുടെ മാനദണ്ഡം, ഇഷ്ടമാണോ അല്ലയോ എന്നതല്ല. രാഗവും ദേഷ്യവും മനസ്സിൻ്റെ സ്വാഭാവിക പ്രവണതകളാണ്. പക്ഷേ അവയെ നിയന്ത്രിക്കുന്നവരാകണം, അവയുടെ നിയന്ത്രണത്തിലാകരുത്. ഇഷ്ടാനിഷ്ടങ്ങളെ അതിജീവിച്ച് ധർമ്മത്തിൻ്റെ വഴിയിൽ നടക്കുന്നവരാണ് യഥാർത്ഥ വിജയികൾ. ഹരേ കൃഷ്ണ. നന്ദി. ശ്ലോകം 35. ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ പരധർമാത് സുനുഷ്ഠിതാത് സ്വധർമ്മേ നിധനം ശ്രേയഃ പരധർമ്മോ ഭയാവഹഃ. വിധിപ്രകാരം അനുഷ്ഠിക്കപ്പെടുന്ന പരധർമ്മത്തെക്കാളും ശ്രേയസ്കരമാണ് ഗുണം കുറഞ്ഞ സ്വധർമ്മം. സ്വധർമ്മമനുസരിച്ച് മരിക്കുന്നത് ശ്രേയസ്കരമാണ്. എന്നാൽ പരധർമ്മം ഭയാവഹമാണ്. നന്നായി അനുഷ്ഠിക്കാൻ കഴിയുന്ന പരധർമ്മത്തേക്കാൾ, അതായത് മറ്റുള്ളവരുടെ ധർമ്മത്തേക്കാൾ ഗുണങ്ങൾ കുറവായാലും സ്വന്തം ധർമ്മം അനുഷ്ഠിക്കുന്നതാണ് കൂടുതൽ ശ്രേയസ്കരം. സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് മരിക്കേണ്ടി വന്നാൽ പോലും അത് മംഗളകരമാണ്. എന്നാൽ പരധർമ്മം ഭയാവഹമാണ്, ഭയത്തെ ഉണ്ടാക്കുന്നതാണ്. ശ്രേയാൻ സ്വധർമ്മോ വിഗുണ എന്ന് തുടങ്ങുന്ന ഈ ശ്ലോകം നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ട കടമകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മറ്റൊരാളുടെ ജോലി അല്ലെങ്കിൽ കടമ എത്ര ആകർഷകമായി തോന്നിയാലും നമ്മുടെ കടമകൾ ഭംഗിയായി ചെയ്യുക എന്നതാണ് ഇതിൻ്റെ സന്ദേശം. ശ്രീകൃഷ്ണൻ ഇവിടെ സ്വധർമ്മം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ വ്യക്തിയുടെയും സ്വഭാവത്തിനും കഴിവിനും അനുസൃതമായി
അവർ ചെയ്യേണ്ട കടമകളെയാണ്. മറ്റൊരാളുടെ ധർമ്മം എത്ര മികച്ചതാണെന്ന് തോന്നിയാലും അതനുകരിക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് അനുയോജ്യമാകണമെന്നില്ല. ഉദാഹരണത്തിന്, ഒരു മീനിൻ്റെ ധർമ്മം വെള്ളത്തിൽ നീന്തുക എന്നതാണ്. അത് കണ്ട് കരയിൽ ജീവിക്കുന്ന ഒരു മൃഗം വെള്ളത്തിൽ നീന്താൻ ശ്രമിച്ചാൽ അത് അപകടം വരുത്തിവെക്കും. സ്വന്തം കടമയിൽ ചില കുറവുകൾ ഉണ്ടായാലും ആത്മാർത്ഥതയോടെ അത് ചെയ്യുമ്പോൾ മനസ്സമാധാനവും ആത്മവികാസവും ലഭിക്കും. മറ്റൊരാളുടെ പാത എത്ര ആകർഷകമായി തോന്നിയാലും അത് നമ്മുടെ യഥാർത്ഥ വഴിയല്ലെങ്കിൽ ഗുണത്തേക്കാൾ ദോഷമാണ് ഉണ്ടാക്കുക. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതെ ദൈവം നമുക്ക് നൽകിയ ഉത്തരവാദിത്തം സത്യസന്ധതയോടെയും സമർപ്പണത്തോടെയും നിർവഹിക്കാം. ഹരേ കൃഷ്ണ. നന്ദി. ശ്ലോകം 36. അർജുന ഉവാച അഥ കേന പ്രയുക്തോയം പാപഞ്ചരതി പൂരുഷഃ അനിച്ഛന്നപി വാർഷ്ണേയ ബലാദിവ നിയോജിതഃ. അർജുനൻ പറഞ്ഞു, ഹേ വാർഷ്ണേയ, എന്തിൻ്റെ പ്രേരണ നിമിത്തമാണ് പുരുഷൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും നിർബന്ധിതനെ പോലെ പാപമനുഷ്ഠിക്കാനിടയാകുന്നത്? ഇവിടെ അർജുനൻ കൃഷ്ണനോട് ചോദിക്കുകയാണ്, ഹേ വൃഷ്ണിവംശജ, ഒരു മനുഷ്യൻ തനിക്കൊട്ടും താല്പര്യമില്ലെങ്കിൽ പോലും ഏതോ ഒരു അദൃശ്യ ശക്തി ബലം പ്രയോഗിച്ച് ചെയ്യിപ്പിക്കുന്നതുപോലെ സ്വന്തം ഇഷ്ടത്തിന് വിരുദ്ധമായി പാപകർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ആര് പ്രേരിപ്പിച്ചിട്ടാണ് മനുഷ്യനിങ്ങനെ പാപം ചെയ്യുന്നത്? ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, ഇത് തെറ്റാണെന്ന് എനിക്കറിയാം, എന്നിട്ടും ഞാൻ എന്തുകൊണ്ടിത് ചെയ്തു? അർജുനൻ ഇതേ സംശയമാണ് ശ്രീകൃഷ്ണനോട് ചോദിക്കുന്നത്. മനുഷ്യൻ പലപ്പോഴും നല്ലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, എന്നിട്ടും കോപം, മോഹം, അസൂയ, അത്യാഗ്രഹം തുടങ്ങിയ വികാരങ്ങൾ അവനെ തെറ്റായ വഴിയിലേക്ക് തള്ളിവിടുന്നു. അപ്പോൾ അവന് തോന്നും, എന്നെ ആരോ നിർബന്ധിച്ചതുപോലെ ഞാൻ പ്രവർത്തിച്ചു. ഈ ചോദ്യം അർജുനൻ്റേത് മാത്രമല്ല, ഓരോ മനുഷ്യൻ്റെയും ചോദ്യമാണ്. ഈ സംശയത്തിന് ശ്രീകൃഷ്ണൻ അടുത്ത ശ്ലോകത്തിൽ വ്യക്തമായ മറുപടി നൽകുന്നു. മനുഷ്യനെ പാപത്തിലേക്ക് നയിക്കുന്ന പ്രധാന ശത്രു കാമവും ക്രോധവുമാണ്. ഈ ശ്ലോകം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ തെറ്റുകളുടെ യഥാർത്ഥ കാരണം തിരിച്ചറിയുമ്പോഴാണ് അവയെ ജയിക്കാനുള്ള വഴി തുറക്കുന്നത്. ആത്മവിചാരവും ആത്മനിയന്ത്രണവും ആത്മീയ ജീവിതത്തിൻ്റെ അനിവാര്യ ഘടകങ്ങളാണ്. ഹരേ കൃഷ്ണ. നന്ദി. ശ്ലോകം 37. ശ്രീഭഗവാനുവാച കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവഃ മഹാശനോ മഹാപാപ്മാ വിദ്ധ്യേനമിഹ വൈരിണം. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഇതിന് രജോ ഗുണത്തിൽ നിന്ന് ജനിച്ചതും ക്രോധത്തെ വർദ്ധിപ്പിക്കുന്നതുമായ കാമം തന്നെ കാരണം. ഒരിക്കലും തൃപ്തിപ്പെടാത്തതും മഹാപാപകരവുമായ ഈ കാമം ജ്ഞാനമാർഗത്തിലെ ശത്രുവാണെന്നറിയുക. ശ്രീകൃഷ്ണൻ പറയുന്നു, ഇത് കാമമാണ്. ഇത് തന്നെയാണ് പിന്നീട് ക്രോധമായി മാറുന്നത്. രജോ ഗുണത്തിൽ നിന്നാണിവ ഉത്ഭവിക്കുന്നത്. ഒരിക്കലും തൃപ്തിയാകാത്ത മഹാഭോജിയും മഹാപാപത്തിൻ്റെ കാരണവുമായ ഈ കാമക്രോധങ്ങളെ മനുഷ്യൻ്റെ യഥാർത്ഥ ശത്രുവായി മനസ്സിലാക്കുക. അർജുനൻ്റെ ചോദ്യത്തിന് ശ്രീകൃഷ്ണൻ വ്യക്തമായ മറുപടി നൽകുന്നു. മനുഷ്യൻ അറിയാതെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എന്താണ്? അതിൻ്റെ ഉത്തരം കാമം, അതായത് നിയന്ത്രണമില്ലാത്ത ആഗ്രഹം.
ആഗ്രഹം നിറവേറുമ്പോൾ കൂടുതൽ ആഗ്രഹങ്ങൾ ജനിക്കുന്നു. എന്നാൽ അത് തടസ്സപ്പെടുമ്പോൾ അതേ കാമം ക്രോധമായി മാറുന്നു. ക്രോധം വിവേകത്തെ നശിപ്പിക്കുകയും തെറ്റായ തീരുമാനങ്ങളിലേക്കും പാപകർമ്മങ്ങളിലേക്കും മനുഷ്യനെ നയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ കാമത്തെയും ക്രോധത്തെയും മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രുവായി വിശേഷിപ്പിക്കുന്നത്. ഇവയെ ജയിക്കാൻ ആത്മനിയന്ത്രണവും വിവേകവും ദൈവസ്മരണയും അനിവാര്യമാണ്. നിയന്ത്രിക്കപ്പെടാത്ത ആഗ്രഹം ക്രോധമായി മാറും. നിയന്ത്രിതമായ മനസ്സ് ആത്മശാന്തിയിലേക്കും മോക്ഷത്തിലേക്കും നയിക്കും. ഹരേ കൃഷ്ണ. നന്ദി. ശ്ലോകം 38. ധൂമേനാവ്രിയതേ വഹ്നിർ യഥാദർശോ മലേന ച യഥോൽബേനാവൃതോ ഗർഭസ് തഥാ തേനേദമാവൃതം. അഗ്നി പുക കൊണ്ടും കണ്ണാടി അഴുക്കുകൊണ്ടും ഗർഭസ്ഥ ശിശു ഗർഭപാത്രത്തിൽ പൊതിഞ്ഞിരിക്കുന്ന ചർമ്മം കൊണ്ടും മൂടപ്പെട്ടിരിക്കുന്നത് പോലെ ഈ ജ്ഞാനം കാമം കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു. ഈ ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ വളരെ മനോഹരമായ 3 ഉപമകളിലൂടെ ഒരു സത്യം നമ്മെ പഠിപ്പിക്കുന്നു. ആദ്യത്തെ ഉപമ പുകയും അഗ്നിയുമാണ്. അഗ്നി അണഞ്ഞിട്ടില്ല, പക്ഷേ പുക കാരണം അതിൻ്റെ പ്രകാശം വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. അതുപോലെ ചെറിയ ആഗ്രഹങ്ങൾ പോലും നമ്മുടെ വിവേകത്തെ മങ്ങിച്ചേക്കാം. രണ്ടാമത്തെ ഉപമ പൊടി പിടിച്ച കണ്ണാടിയാണ്. കണ്ണാടി വൃത്തിയാക്കിയാൽ മുഖം വ്യക്തമായി കാണാം. അതുപോലെ മനസ്സിനെ ശുദ്ധമാക്കിയാൽ ആത്മസത്യം തിരിച്ചറിയാൻ കഴിയും. മൂന്നാമത്തെ ഉപമ ഗർഭസ്ഥ ശിശുവാണ്. ശിശു പൂർണ്ണമായും ഗർഭപാത്രത്തിനുള്ളിൽ മറഞ്ഞിരിക്കുന്നു. അതുപോലെ നിയന്ത്രണമില്ലാത്ത കാമവും ആസക്തിയും ജ്ഞാനത്തെ പൂർണ്ണമായി മൂടിക്കളയാൻ കഴിയും. ഈ 3 ഉപമകൾ 3 വ്യത്യസ്ത അളവിലുള്ള അജ്ഞാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ചെറുതായി മൂടപ്പെടുന്നതും കൂടുതൽ മൂടപ്പെടുന്നതും പൂർണ്ണമായി മറഞ്ഞു പോകുന്നതും. ആഗ്രഹങ്ങൾ ജീവിതത്തിന് ആവശ്യമാണ്. എന്നാൽ നിയന്ത്രണമില്ലാത്ത കാമം നമ്മുടെ വിവേകത്തെയും ആത്മജ്ഞാനത്തെയും മറയ്ക്കുന്ന ശത്രുവാകുന്നു. അതിനാൽ ആത്മവിചാരവും ഇന്ദ്രിയ നിയന്ത്രണവും ഭഗവത് സ്മരണയും കൊണ്ട് മനസ്സിനെ ശുദ്ധീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ജ്ഞാനപ്രകാശം വീണ്ടും തെളിഞ്ഞു വരും. ഹരേ കൃഷ്ണ. നന്ദി. ശ്ലോകം 39. ആവൃതജ്ഞാനമേതേന ജ്ഞാനിനോ നിത്യവൈരിണ കാമരൂപേണ കൗന്ദേയ ദുഷ്പൂരേണാനലേന ച. ഹേ കൗന്ദേയ, ജ്ഞാനിയുടെ നിത്യശത്രുവും അഗ്നിയെപ്പോലെ എത്ര അനുഭവിച്ചാലും തൃപ്തി വരാത്തതുമായ ഈ കാമം ആത്മജ്ഞാനത്തെ മറയ്ക്കുന്നു. മുൻ ശ്ലോകത്തിൽ ശ്രീകൃഷ്ണൻ കാമത്തെയും ക്രോധത്തെയും മനുഷ്യൻ്റെ ശത്രുവായി വിശേഷിപ്പിച്ചു. ഈ ശ്ലോകത്തിൽ ആ ശത്രു എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതാണ് വിശദീകരിക്കുന്നത്. കാമം എന്നത് വെറും ഇന്ദ്രിയ സുഖത്തിനുള്ള ആഗ്രഹം മാത്രമല്ല. നിയന്ത്രണമില്ലാത്ത ഏത് അമിതമായ ആസക്തിയും കാമമാണ്. അത് മനസ്സിനെ കീഴടക്കുമ്പോൾ വിവേകം മങ്ങിപ്പോകുന്നു. എന്താണ് തെറ്റ്, എന്താണ് ശരി എന്ന തിരിച്ചറിവ് നഷ്ടപ്പെടുന്നു. ശ്രീകൃഷ്ണൻ കാമത്തെ ദുഷ്പൂരേണ അനലേന, ഒരിക്കലും നിറയാത്ത അഗ്നിയോട് ഉപമിക്കുന്നു. തീയിൽ എത്ര ഇന്ധനമിട്ടാലും അത് വീണ്ടും കൂടുതൽ ആവശ്യപ്പെടുന്നത് പോലെ ആഗ്രഹങ്ങൾ നിറവേറ്റുമ്പോൾ
അവ അവസാനിക്കുകയല്ല, മറിച്ച് പുതിയ ആഗ്രഹങ്ങൾ ജനിക്കുന്നു. അതുകൊണ്ടാണ് കാമത്തെ ജ്ഞാനിയുടെ നിത്യശത്രു എന്ന് വിളിക്കുന്നത്. ആത്മജ്ഞാനം ലഭിക്കണമെങ്കിൽ ആദ്യം മനസ്സിലെ അമിതമായ ആസക്തികളെ നിയന്ത്രിക്കണം. ഇന്ദ്രിയ നിയന്ത്രണവും വിവേകവും ഭഗവത് സ്മരണയും കൊണ്ട് കാമത്തെ അതിജീവിക്കുമ്പോഴാണ് യഥാർത്ഥ സമാധാനവും ആത്മീയ പുരോഗതിയും കൈവരുന്നത്. ആഗ്രഹങ്ങളെ സേവിക്കരുത്, അവയെ നിയന്ത്രിക്കുക. നിയന്ത്രിതമായ മനസ്സിലാണ് ജ്ഞാനത്തിൻ്റെ പ്രകാശം തെളിയുന്നത്. ഹരേ കൃഷ്ണ. നന്ദി. ശ്ലോകം 40. ഇന്ദ്രിയാണി മനോബുദ്ധിർ അസ്യാധിഷ്ഠാനമുച്യത്തെ ഏതൈർവിമോഹയത്യേഷ ജ്ഞാനമാവൃത്യ ദേഹിനം. കാമം അധിവസിക്കുന്ന പ്രധാന കേന്ദ്രങ്ങൾ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയുമാണ്. ഇവയെ ആശ്രയിച്ചാണ് കാമം ജീവിയുടെ യഥാർത്ഥ ജ്ഞാനത്തെ മറച്ച് അവനെ മോഹത്തിലാഴ്ത്തുന്നത്. ഈ ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ മനുഷ്യൻ്റെ ആത്മീയ പതനത്തിൻ്റെ വഴി വ്യക്തമാക്കുകയാണ്. കാമം പുറത്തുനിന്ന് വരുന്ന ഒരു ശക്തിയല്ല, അത് നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെയും മനസ്സിലൂടെയും ബുദ്ധിയിലൂടെയും പ്രവർത്തിക്കുന്ന ഒരു ആന്തരിക ശത്രുവാണ്. ആദ്യം ഇന്ദ്രിയങ്ങൾ വിഷയം അനുഭവിക്കുന്നു. ആ അനുഭവം മനസ്സിൽ ആഗ്രഹം സൃഷ്ടിക്കുന്നു. മനസ്സ് ആ ആഗ്രഹത്തെ വളർത്തുമ്പോൾ ബുദ്ധി പോലും അതിനെ ന്യായീകരിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ വിവേകം മങ്ങുകയും ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള കഴിവ് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് ജ്ഞാനത്തെ കാമം മറയ്ക്കുന്നതെന്ന് ഭഗവാൻ പറയുന്നത്. അതുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ ഇന്ദ്രിയ നിയന്ത്രണത്തിനും മനസ്സിൻ്റെ ശുദ്ധിക്കും ബുദ്ധിയുടെ വിവേകത്തിനും അത്യന്തം പ്രാധാന്യമുണ്ട്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുകയും മനസ്സിനെ ദൈവചിന്തയിലേക്ക് നയിക്കുകയും ബുദ്ധിയെ ധർമ്മത്തിൽ ഉറപ്പിക്കുകയും ചെയ്താൽ കാമത്തിന് നമ്മെ കീഴടക്കാൻ കഴിയില്ല. കാമം ആദ്യം കീഴടക്കുന്നത് ഇന്ദ്രിയങ്ങളെയാണ്. അതിനാൽ ആത്മജ്ഞാനം സംരക്ഷിക്കാൻ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ദൈവബോധത്തിൽ നിലനിർത്തുക. ഹരേ കൃഷ്ണ. നന്ദി. ശ്ലോകം 41. തസ്മാത് ത്വമിന്ദ്രിയാണ്യാദൗ നിയമ്യ ഭരതർഷഭ പാപ്മാനം പ്രജഹിഹ്യേനം ജ്ഞാനവിജ്ഞാനനാശനം. ഹേ ഭരതർഷഭ, ആയതിനാൽ ഇന്ദ്രിയങ്ങളെ ആദ്യം നിയന്ത്രിച്ച് ജ്ഞാനവിജ്ഞാനനാശകമായ ഈ പാപം നിറഞ്ഞ കാമത്തെ നിഗ്രഹിക്കുക. 40-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞത് കാമം ഇന്ദ്രിയങ്ങളിലും മനസ്സിലും ബുദ്ധിയിലും വസിച്ച് മനുഷ്യൻ്റെ ജ്ഞാനത്തെ മറയ്ക്കുന്നു എന്നായിരുന്നു. ഇവിടെ ശ്രീകൃഷ്ണൻ നൽകുന്ന ഉപദേശം, ശത്രുവിനെ ജയിക്കണമെങ്കിൽ ആദ്യം അതിൻ്റെ പ്രവേശന കവാടം അടയ്ക്കണം. നമ്മുടെ കാര്യത്തിൽ ആ കവാടം ഇന്ദ്രിയങ്ങളാണ്. കണ്ണ്, ചെവി, മൂക്ക്, നാവ്, ത്വക്ക് എന്നിവ നിയന്ത്രണമില്ലാതെ വിഷയങ്ങളിൽ മുഴുകുമ്പോൾ ആസക്തി ജനിക്കുന്നു. ആ ആസക്തിയാണ് പിന്നീട് കാമമായും ക്രോധമായും മാറുന്നത്. അതുകൊണ്ട് ആദ്യം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കൂ എന്ന് ഭഗവാൻ പറയുന്നു. ഇന്ദ്രിയ നിയന്ത്രണം എന്നത് അവയെ അടിച്ചമർത്തുക എന്നതല്ല, ധർമ്മത്തിനും വിവേകത്തിനും അനുസരിച്ച് പ്രയോഗിക്കുക എന്നതാണ്. കാമം ജ്ഞാനത്തെയും അനുഭവത്തിലൂടെ ലഭിക്കുന്ന വിവേകത്തെയും നശിപ്പിക്കുന്ന മഹാശത്രുവാണ്. അതിനാൽ ആത്മീയ വളർച്ച ആഗ്രഹിക്കുന്ന ഓരോരുത്തരും ഇന്ദ്രിയ നിയന്ത്രണം അഭ്യസിച്ച് മനസ്സിനെ ശുദ്ധമാക്കണം. ഇന്ദ്രിയ നിയന്ത്രണമാണ് ആത്മീയ വിജയത്തിൻ്റെ ആദ്യപടി. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നവന്
കാമത്തെ ജയിക്കാനും ജ്ഞാനത്തെ സംരക്ഷിക്കാനും കഴിയും. ഹരേ കൃഷ്ണ. നന്ദി. ശ്ലോകം 42. ഇന്ദ്രിയാണി പരാണ്യാഹുർ ഇന്ദ്രിയേഭ്യഃ പരം മനഃ മനസസ്തു പരാ ബുദ്ധിർ യോ ബുദ്ധേഃ പരതസ്ഥു സഃ. ഇന്ദ്രിയങ്ങൾ ശ്രേഷ്ഠങ്ങളാണെന്ന് പറയപ്പെടുന്നു. ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് മനസ്സ്. മനസ്സിനേക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി. ഏതൊരാളാവട്ടെ ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠനായിരിക്കുന്നുവോ അവനാണ് ആത്മാവ്. ശരീരത്തേക്കാൾ ശക്തിയുള്ളത് ഇന്ദ്രിയങ്ങൾക്കാണ്. ഇന്ദ്രിയങ്ങളെക്കാൾ ഉന്നതമാണ് മനസ്സ്. മനസ്സിനേക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി. എന്നാൽ ബുദ്ധിയേക്കാളും പരമമായത് ആത്മാവാണ്. ഈ ശ്ലോകത്തിൽ ശ്രീകൃഷ്ണൻ മനുഷ്യൻ്റെ ആന്തരിക ശക്തികളുടെ ക്രമം വ്യക്തമാക്കുന്നു. ആദ്യം ശരീരം. ശരീരത്തിലൂടെയാണ് നാം ലോകവുമായി ഇടപെടുന്നത്. എന്നാൽ ശരീരത്തെ നയിക്കുന്നത് ഇന്ദ്രിയങ്ങളാണ്. ഇന്ദ്രിയങ്ങൾക്ക് എന്തെങ്കിലും ആകർഷകമായി തോന്നിയാൽ ശരീരം അതിലേക്ക് നീങ്ങും. പക്ഷേ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നത് മനസ്സിനാണ്. മനസ്സ് ആഗ്രഹങ്ങൾ സൃഷ്ടിക്കുകയും വികാരങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു. എന്നാൽ മനസ്സ് പലപ്പോഴും ചഞ്ചലമാണ്. മനസ്സിനെ ശരിയായ ദിശയിലേക്ക് നയിക്കുന്നത് ബുദ്ധിയാണ്. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് വിവേചിച്ച് തീരുമാനമെടുക്കുന്നത് ബുദ്ധിയാണ്. എന്നാൽ ഇവയെല്ലാം നയിക്കുന്ന ഏറ്റവും ഉയർന്ന സത്യം ആത്മാവാണ്. ആത്മസ്വരൂപം തിരിച്ചറിയുമ്പോൾ ബുദ്ധിക്ക് വ്യക്തത ലഭിക്കുന്നു. മനസ്സ് ശാന്തമാകുന്നു. ഇന്ദ്രിയങ്ങൾ നിയന്ത്രണത്തിലാകുന്നു. ഈ ശ്ലോകം നമ്മെ പഠിപ്പിക്കുന്നത് ജീവിത വിജയം പുറത്തുള്ള സാഹചര്യങ്ങളെ ജയിക്കുന്നതിലല്ല, സ്വന്തം ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയിലൂടെ നിയന്ത്രിച്ച് ആത്മബോധത്തിലേക്ക് ഉയരുന്നതിലാണ്. ആത്മജ്ഞാനമാണ് മനുഷ്യൻ്റെ യഥാർത്ഥ ശക്തിയും സ്വാതന്ത്ര്യവും. ഹരേ കൃഷ്ണ. നന്ദി. ശ്ലോകം 43. ഏവം ബുദ്ധേഃ പരം ബുദ്ധ്വാ സംസ്തഭ്യാത്മാനമാത്മനാ ജഹി ശത്രും മഹാബാഹോ കാമരൂപൻ ദുരാസദം. ഹേ മഹാബാഹോ, ഇപ്രകാരം ആത്മാവിനെ ബുദ്ധിയേക്കാൾ പരമമെന്ന് മനസ്സിലാക്കി ആത്മാവിനെ ആത്മാവിനാൽ നിശ്ചലമാക്കി പിടിച്ചടക്കാൻ പ്രയാസമുള്ള കാമരൂപിയായ ശത്രുവിനെ നിഗ്രഹിക്കുക. 3-ാം അധ്യായത്തിൻ്റെ സമാപന ശ്ലോകമാണിത്. ഇവിടെ ശ്രീകൃഷ്ണൻ അർജുനനോട് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. മനുഷ്യൻ്റെ യഥാർത്ഥ ശക്തി പുറമേയുള്ള ആയുധങ്ങളിലല്ല, ആത്മബോധത്തിലാണ്. കാമം അഥവാ അമിതമായ ആഗ്രഹമാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു. അത് മനസ്സിനെയും ബുദ്ധിയെയും മൂടി വിവേകം നഷ്ടപ്പെടുത്തുന്നു. എന്നാൽ ഞാൻ ശരീരമോ മനസ്സോ അല്ല, ശുദ്ധ ചൈതന്യമായ ആത്മാവാണ് എന്ന ബോധം വളരുമ്പോൾ ഈ ആഗ്രഹങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് മോചനം നേടാം. ആത്മജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ മനസ്സിനെ നിയന്ത്രിക്കുകയും വിവേകത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്താൽ കാമം, ക്രോധം, മോഹം തുടങ്ങിയ ആന്തരിക ശത്രുക്കളെ ജയിക്കാൻ കഴിയും. നമ്മുടെ ഏറ്റവും വലിയ പോരാട്ടം പുറം ലോകത്തോടല്ല, സ്വന്തം മനസ്സിലെ നിയന്ത്രണമില്ലാത്ത ആഗ്രഹങ്ങളോടാണ്. ആത്മബോധവും വിവേകവും ആത്മനിയന്ത്രണവും വളർത്തിയാൽ ഏത് ആന്തരിക ശത്രുവിനെയും കീഴടക്കാൻ കഴിയും. അതാണ് ഭഗവത്ഗീതയുടെ ഈ ശ്ലോകം നൽകുന്ന ശാശ്വത സന്ദേശം. ഓം തസ്സദിതി ശ്രീമദ്ഭഗവത്ഗീതാസു
ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുനസംവാദേ കർമ്മയോഗോ നാമ തൃതീയോധ്യായഃ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം. നന്ദി.